Good morning. Parent clear avanda. Good morning. Good morning, teacher. അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് ചാപ്റ്റർ 49 ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. പിന്നെ എല്ലാവരും ടോപ്പിക് എടുത്തു വെക്കാം കേട്ടോ. ക്ലാസ് എടുക്കുമ്പോ സ്പീഡ് കൂടുകയാണെങ്കിൽ പറയണം. അപ്പൊ എനിക്ക് സ്പീഡ് കുറയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലാവാത്ത പോർഷൻ ആകുമ്പോഴും ഞാൻ എടുത്ത് നിർത്തി കഴിഞ്ഞിട്ട് ടൈം തരുമല്ലോ വായിച്ചു നോക്കാൻ. ആ ടൈമിൽ ഒന്നും കൂടി ചോദിക്കാം ഏതാ പോർഷൻ മനസ്സിലാവാത്തെങ്കിൽ അത് ഞാൻ അപ്പൊ ക്ലിയർ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ചാപ്റ്റർ 49ലേക്ക് എത്തിയിരിക്കുകയാണ്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. അതിന്റെ ബേസിക് ആണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. ഒരു മിനിറ്റ്. Okay. Hospital information system provide a general source of information about patient ഹിസ്റ്ററി. അപ്പൊ ഓരോ പേഷ്യൻസിനെ കുറിച്ചും അവരുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്ററി, മുമ്പ് നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ, നമ്മുടെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ റെക്കോർഡ് നമ്മൾ എവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും? ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. അത് കൂടാതെ ഡോക്ടർ ഷെഡ്യൂളിംഗ് ടൈമും എവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. The system must be keep data in secure place and control who can get the data in certain situation. അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ ആ ഡാറ്റ എന്ന് പറയുന്നത് നമ്മുടെ റെക്കോർഡ് അല്ല, മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ആ മെഡിക്കൽ റെക്കോർഡ് സെക്യൂർ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതേപോലെ അത് ആർക്ക് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ ഫിസിഷ്യൻസിനാ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഡാറ്റാസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ ആദ്യകാലങ്ങളിൽ എങ്ങനെയായിരുന്നു? ഓരോ പേഷ്യൻസിന് നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ആ നമ്പർ അനുസരിച്ച് അവർ ഫയൽ മെയിൻറ്റെയിൻ ചെയ്യും. ആ ഫയലിലായിരിക്കും നമ്മൾ ഓരോ പ്രാവശ്യം കാണുമ്പോൾ എടുക്കണ ആ ഒരു ചീട്ട് ഉണ്ടല്ലോ, ആ ചീട്ട് സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഇപ്പൊ കുറച്ചും കൂടി എന്തായി മോഡേൺ ആയപ്പോ അവരെന്ത് ചെയ്തു? ഇപ്പൊ കമ്പ്യൂട്ടറിലാണ്, സിസ്റ്റത്തിലാണ് എല്ലാ റെക്കോർഡും എന്ത് ചെയ്യുന്നത്? കയറ്റിയിരുന്നത്. അപ്പൊ നമ്മള് എന്താ പറയാ, നമ്മൾ ഈ ഡോക്ടറിനെ കണ്ടത്, നമ്മൾ എത്ര ട്രീറ്റ്മെന്റ് എടുത്ത, ആ സമയത്ത് നമ്മൾ കഴിച്ച മരുന്ന് എങ്ങനെയാണ്, അപ്പൊ പേ ചെയ്ത ബില്ലിന്റെ എമൗണ്ട് എത്രയാണ്, ഈ എല്ലാ കാര്യങ്ങളും എവിടെ റെക്കോർഡ് ചെയ്യേണ്ടി? ഇപ്പൊ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി എന്താ പറയാ, ട്രാൻസ്പാരൻസി വന്നതോടെ എന്താണ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പേഷ്യന്റ് നമ്പർ അടിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ വരും. അപ്പൊ ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ എന്ന് വെച്ചാല് നമ്മുടെ ഹോസ്പിറ്റലിൽ ഓരോ പേഷ്യൻസിന്റെ ഹെൽത്ത് ഹിസ്റ്ററിനെ റെക്കോർഡ് ചെയ്ത് വെക്കുക. അതേപോലെ ഡോക്ടേഴ്സിന്റെ ഷെഡ്യൂൾ, ടൈം ഷെഡ്യൂൾ ചെയ്യുക, ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് എടുക്കുമല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഡീൽ ചെയ്യുന്നത്. Hospital information system is a computerized system that help in managing clinical, financial, laboratory, inpatient, outpatient, paramedicals, etc. Operating in hospital. അപ്പം ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു. മുമ്പ് മാനുവൽ ആയിരുന്നു, ഇപ്പൊ എങ്ങനെയാണ്? ഫുൾ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. എല്ലാ കാര്യങ്ങളും ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അപ്പൊ മാനേജിങ് ക്ലിനിക്കൽ ആവട്ടെ, ഹോസ്പിറ്റലിന്റെ ക്ലിനിക്കൽ ആക്ടിവിറ്റീസ് ആവട്ടെ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാറ്റേഴ്സ്. എന്ന് ഫിനാൻഷ്യൽ മാറ്റർ എന്താണ്? ബില്ല് പേ ചെയ്യണോ, എമൗണ്ട് വാങ്ങിക്കണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതിപ്പോ കമ്പ്യൂട്ടർ വഴിയാണ്. ലാബോറട്ടറിയുടെ റിസൾട്ട് ഒക്കെ എങ്ങനെ വന്നത്? ഇപ്പൊ നമ്മ പേഷ്യന്റിന്റെ നമ്പർ അടിച്ച് കോഡ് അടിച്ച് കഴിഞ്ഞാൽ ഏത് സിസ്റ്റത്തിൽ നിന്നും, അതിപ്പോ ഡോക്ടർക്ക് പേഷ്യന്റിന്റെ റിപ്പോർട്ട് കിട്ടണമെങ്കിൽ അവർ ഡോക്ടറിന്റെ സിസ്റ്റത്തിൽ പാസ്വേഡും യൂസർ നെയിമും അടിച്ച് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ടെസ്റ്റിന്റെ റിസൾട്ട് കാണാനൊക്കെ പറ്റും. ലാബോറട്ടറിയുടെ കാര്യങ്ങൾ, അവിടെ ഇൻ പേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എവിടെ ഉണ്ടാവും? നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഉണ്ടാവും. ഇതെങ്ങനെയാണ്? ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറിലേക്കാണ്, കമ്പ്യൂട്ടറൈസ്ഡ് ആണ്.
With the help of hospital management information system, healthcare providers can concentrate more on providing quality healthcare to patients. അപ്പം നമ്മുടെ ഹെൽത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം വന്നതോടുകൂടി ഇപ്പൊ ഹെൽത്ത് കെയർ ഡോക്ടറിനാവട്ടെ നമ്മുടെ പേഷ്യന്റിനെ കൂടുതലായിട്ട് കെയർ ചെയ്യാൻ പറ്റും. നല്ല ക്വാളിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അവരുടെ സർവീസ് നല്ല പ്രോപ്പർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു. കാരണം ഒരു ടെസ്റ്റില് നമുക്ക് ടെസ്റ്റ് കൊടുത്തെങ്കിൽ ആ റിസൾട്ട് അറിയണമല്ലോ. അപ്പൊ പെട്ടെന്ന് അത് അറിയാനും എന്ത് ഹെൽപ്പ് ചെയ്യേണ്ട ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്. കാരണം ടെസ്റ്റ് ചെയ്തവരുടെ റിസൾട്ട് കമ്പ്യൂട്ടറിലേക്ക് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർക്ക് എവിടെ ഇരുന്നാലും അത് എന്ത് ചെയ്യാൻ പറ്റും, പരിശോധിക്കാം. അതിന് മരുന്ന് പ്രിസ്ക്രൈബ് ഒക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം healthcare providers in designing their operation, including managing the patient health record മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു, ഹെൽത്ത് റെക്കോർഡ്, ഓരോ പേഷ്യൻസിന്റെ ഹെൽത്ത് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. അതിൽ EMR ഓർ EHR എന്ന് പറഞ്ഞിട്ടുണ്ട്. EMR എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ആണ്. EHR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ആണ്. അതേപോലെ തന്നെ ഈ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഏത് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം. അതുകൂടാണ്ട് അപ്പോയിന്റ്മെന്റ്സ്, ഓരോ ഡോക്ടറിന് അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്ന ആ കാര്യത്തിൽ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബില്ലിങ്, നമുക്ക് ഏതൊക്കെ മെഡിസിൻ എടുത്തിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടല്ലോ ഏത് ഡോക്ടറെ കണ്ടത് അതിന്റെ ഫീസും അതേപോലെ മെഡിസിന്റെ പൈസയൊക്കെ കൂടി ബില്ലിങ് പെട്ടെന്ന് എന്താ സ്മൂത്ത് ആയിട്ട് നടത്തുന്നുണ്ട്. ഇനി ഡയഗ്നോസിസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലെ മിക്ക കാര്യങ്ങളിലും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ മേജർ റോൾ ഓഫ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ഈസ് ടു റെക്കോർഡ് ഇൻഫർമേഷൻ ഓൺ ഹെൽത്ത് ഇവന്റ്സ്. മെയിൻ ആയിട്ട് അത് ഹെൽത്ത് ഇവന്റ്സിലാണ് കൂടുതൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് വെരിഫൈ ദ ക്വാളിറ്റി ഓഫ് സർവീസ് അറ്റ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഹെൽത്ത് കെയർ. അപ്പൊ പല ലെവൽസ് ഉണ്ട്. അപ്പൊ എല്ലാ ലെവൽസിലും ഇൻഫർമേഷൻസ് ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ പേഷ്യന്റ് ഇവാലുവേഷൻ ഇസ് ദ പാർട്ട് ഓഫ് concept of giving importance to patient view in developing quality of health service. അപ്പൊ എന്താണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പേഷ്യൻസിനെ ഇവാലുവേറ്റ് ചെയ്യാനും അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, പേഷ്യൻസിന്റെ വ്യൂസ് അതേപോലെ ക്വാളിറ്റി ഉള്ള ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നു, ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റം ഹെൽപ്പ് ചെയ്യണം. ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം ബെനിഫിറ്റ്സ് ഇൻക്ലൂഡ് ഇംപ്രൂവ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ നമ്മ ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റംസ് കുറച്ച് ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെയാണ് നമ്മുടെ പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ കിട്ടുന്നത്. എങ്ങനെയാണ്, ത്രൂ ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ കൂടുതലായിരിക്കും. നമ്മളൊരു എന്താ പറയാ, ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റത്തിനോട് ചോദിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ എൻക്വയറി അവരോട് ചോദിക്കണേ ഇന്ന ഡോക്ടർ ഏത് സമയത്താണെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം ഈ ടൈമിനുള്ളിലാണ് ഡോക്ടർ ഉണ്ടാവുക. അപ്പൊ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മളോട് അതെന്തെങ്കിലും ഷെയർ ചെയ്യും, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് എന്താണ് പേഷ്യൻസിന് എന്തായിരിക്കും ഫീൽ ചെയ്യുന്നത്, നല്ല സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും. കാരണം അവർ പറയുന്ന കറക്റ്റ് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നടക്കുക. ഇന്ന ടൈമിലായിരിക്കും ഡോക്ടർ ഉണ്ടാകുന്ന ആ ടൈമിൽ ഉണ്ടാവും. ഗ്രേറ്റർ പ്രൊവൈഡർ ഓഫ് സെൻസിറ്റിവിറ്റി ടുവേഴ്സ് പേഷ്യൻസ്, നമുക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇംപ്രൂവ്ഡ് കമ്മ്യൂണിറ്റി അവയർനെസ് അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് സർവീസ്. കമ്മ്യൂണിറ്റി അവയർനെസ് ഒക്കെ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓവറോൾ ബെറ്റർ യൂസ് ഓഫ് സർവീസ് ഇൻ ഹെൽത്ത് കെയർ സിസ്റ്റം. ഹെൽത്ത് സിസ്റ്റത്തിൽ കൂടുതൽ സർവീസുകളൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി healthcare management software is digitalized with system that helps in controlling the information of the patients in healthcare facility. അപ്പൊ നമ്മുടെ ഇവിടുത്തെ സോഫ്റ്റ്വെയർ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്തിനു ഹെൽപ്പ് ചെയ്യണോ, നമ്മുടെ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം. അടുത്തൊരു പിക്ചറാണ്, ഒരു ഐ ഹോസ്പിറ്റലാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണോ, ഒരു എൻക്വയറിയിൽ വന്നിട്ട് അതിന് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുകയാണ്. പിന്നെ അത് റിസപ്ഷനിലേക്ക് പോവുകയാണ്. റിസപ്ഷനിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുക്കുകയാണ്. അത് മെഡിക്കൽ റെക്കോർഡിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. അവിടെ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് കണ്ട് അടയ്ക്കണം. പിന്നെ ക്ലിനിക്കൽ എക്സാമിനേഷൻ ആണ്, നമ്മുടെ കണ്ണ് പരിശോധിക്കുകയാണ്. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ആണ്, ഡോക്ടറിനെ കാണാം. ഡോക്ടറിനോട് കാര്യങ്ങളൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് എന്താണ്, ക്യാഷ് കൗണ്ടറിലാണ് പേഷ്യന്റ് ID അതേപോലെ പ്രൊസീജിയർ റെസിപ്റ്റ് നമ്പർ ഒക്കെ എമൗണ്ട് ഒക്കെ എത്ര വേണമെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയും. ഇനി പേഷ്യന്റിന് നമ്മൾ എന്തോ കൗൺസിലിംഗ് കൊടുക്കും. നിങ്ങൾ ഈ ഒരു പ്രൊസീജിയർ ഒരു കണ്ണ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കാന്ന് വിചാരിക്കും. തിമിരം അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ആയിട്ട് ഒരു ഓപ്പറേഷന് പോലെ. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ഈ ഒരു ഇമേജ് മനസ്സിൽ വിചാരിക്കാം. നമ്മൾ അതിൽ തന്നെ പോയിട്ട് ഹോസ്പിറ്റൽ റിസപ്ഷനിൽ എന്ത് ചെയ്യും,
കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്യും, നമ്മുടെ പേഷ്യന്റ് ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്യും. അത് കഴിഞ്ഞ് ക്ലിനിക്കൽ എക്സാമിനേഷൻ ആണ്, എത്ര ലെവലാണ് നമ്മുടെ ഈ കണ്ണിന് പ്രശ്നം ഉള്ളതെന്നൊക്കെ മനസ്സിലാക്കും. അത് കഴിഞ്ഞ് ഡോക്ടറിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കും. ദെൻ എന്താണ്, ഇന്ന ദിവസം നമുക്കിത് എന്ത് ചെയ്യാം, ഓപ്പറേഷൻ ഒക്കെ ഫിക്സ് ചെയ്യുക, അതേപോലെ എത്ര രൂപ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. അത് കഴിഞ്ഞ് ക്യാഷ് കൗണ്ടറിൽ പോയിട്ട് എമൗണ്ട് കൊടുക്കും. പിന്നെ പേഷ്യന്റ് കൗൺസിലിംഗ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഓപ്പറേഷൻ വേണം, അത് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നും അല്ല, ഒരു ദിവസം മാത്രം മതി അതിന് റെസ്റ്റ്. അത് ഓപ്പറേഷൻ കഴിഞ്ഞ് നമുക്ക് വൈകുന്നേരം വീട്ടിലോട്ട് പോവുക, വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല എന്നൊക്കെ പേഷ്യന്റിനോട് കൗൺസിലർ പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒരു ദിവസം വന്ന് അത് അഡ്മിഷൻ എടുക്കണം. എന്തിനാ, ഓപ്പറേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അഡ്മിഷൻ എടുക്കണം. അഡ്മിഷൻ കഴിഞ്ഞത് എന്താണ് അവിടെ കാണിക്കുന്നത്, വാർഡാണ്. വാർഡിൽ നമ്മൾ അഡ്മിഷൻ എടുത്തു. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് മാറ്റും, വാർഡിലേക്ക് മാറ്റി. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഓപ്പറേഷൻ ആണ്, ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ ഒരു പേഷ്യന്റ് എന്താണ്, കണ്ണ് ഓപ്പറേഷൻ വന്നിരിക്കുന്ന പേഷ്യന്റ് ഏതൊക്കെ പ്രോസസ്സിലൂടെ കടന്നു പോകണമെന്നാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ പേഷ്യന്റിന് എന്ത് ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഐഡി എത്രയാണ്, എന്നാണ് വന്നിരിക്കുന്നത്, ഓർഡർ ഡീറ്റെയിൽസ്, അതേപോലെ എമൗണ്ട് എത്രയാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും, ഈ മെഡിക്കൽ റെക്കോർഡിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതൊരു ചെറിയൊരു എക്സാമ്പിൾ പോലെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ കേട്ടോ. ഇനി കമ്പോണൻസ് ഓഫ് എന്താണ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഓരോ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഒരു 11 കമ്പോണൻസ് ഉണ്ട്. ആദ്യത്തേതാണ് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. ആദ്യത്തെ കമ്പോണന്റ് ആയിട്ട് പറയുന്നത് വെച്ചാൽ അപ്പോയിന്റ്മെന്റ്സ് എടുക്കാം. നമ്മൊരു മുമ്പെന്ന് വെച്ചിട്ട് മാനുവലി ആയിരുന്നു നമ്മൾ എന്തായാലും ചെയ്തിരുന്നത്, ഒരു വലിയ ക്യൂവിന്റെ ബാക്കിൽ പോയിട്ട് നമുക്ക് ഏത് കാണുന്ന ഡോക്ടർ ഏതാണെന്ന് നോക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് അപ്പോയിന്റ്മെന്റ് ലോങ് അങ്ങനെയായിരുന്നു, മാനുവലി ആയിരുന്നു എന്നറിഞ്ഞിരുന്നത്. Managing appointment manually is not only monotonous but also increases chance of making an error. അപ്പൊ എന്താ പറയണത്, മാനുവലി എന്തെടുക്കണം, അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ നമുക്ക് എറർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഡോക്ടർ അവിടെ ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഡോക്ടർ നമുക്ക് അപ്പോയിന്റ്മെന്റ് തന്ന ആൾക്ക് മാറിപ്പോകാം, വേറൊരാളുടെ അപ്പോയിന്റ്മെന്റ് തരും, അങ്ങനെയൊക്കെ ചാൻസുകൾ ഉണ്ട്. Even in recent study, 68% of patients said that were more inclined to choose the hospital where they could schedule, alter or cancel the appointment online. അപ്പൊ ഇപ്പോഴത്തെ പുതിയ പഠനം അനുസരിച്ച് 65% പേഷ്യൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് നല്ലതെന്നാണ് പറയുന്നത്. കാരണം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് തന്നെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് ആ ഡോക്ടറിനെ കാണാനുള്ള ടൈം ഫിക്സ് ചെയ്യാൻ പറ്റും. അതിന് വല്ല മാറ്റം വരുത്തണമെങ്കിൽ എനിക്ക് തന്നെ മാറ്റം വരുത്താൻ പറ്റും. ഇനിയിപ്പോ അപ്പോയിന്റ്മെന്റ് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും അത് എനിക്ക് പറ്റണതാണ്, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റണതാണെങ്കിൽ അവർ കുറച്ചും കൂടി കംഫർട്ടബിൾ ആണെന്നാണ് പറയുന്നത്. കാരണം ഓൺലൈനായിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കാം, അത് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് എടുക്കാനും അതേപോലെ അത് ഷെഡ്യൂൾ ചെയ്യാനോ ഓൾട്ടർ ചെയ്യാനൊക്കെ നമുക്ക് സ്വന്തമായിട്ട് പറ്റുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നമുക്ക് കംഫർട്ടബിൾ ആണ്, ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് കംഫർട്ടബിൾ ആണ്. ഇപ്പൊ പുറത്ത് നമ്മുടെ ഇപ്പൊ കേരളത്തിലൊന്നും അത്ര ഡെവലപ്ഡ് അല്ലെങ്കിൽ പുറത്തൊക്കെ എങ്ങനെയാണ്, അങ്ങനെയാണ്. ഇപ്പൊ ഇന്ത്യയിലാകട്ടെ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് ഓൺലൈനായിട്ടാണ് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത്, ഏത് ഡോക്ടറിനെ ആണെന്നുള്ളതും ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യും. അവിടുത്തെ ഡോക്ടറിന്റെ ലിസ്റ്റും അതേപോലെ തന്നെ അവരുടെ ടൈമും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഏത് ഡോക്ടറാണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിൽ നമ്മൾ അത് സെലക്ട് ചെയ്യും, പിന്നെ ടൈം സെലക്ട് ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് തന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റും. ചിലപ്പോൾ ഇനിയിപ്പൊ ആ സമയത്ത് നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റിയില്ല എന്ന് വിചാരിക്കും. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അപ്പോയിന്റ്മെന്റ് സമയത്തുള്ളിൽ എത്തിച്ചേരാൻ പറ്റില്ലെങ്കിൽ നമുക്ക് അപ്പോയിന്റ്മെന്റിന്റെ ടൈം ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ദിവസം ഡേ ചേഞ്ച് ചെയ്യാനായിട്ടൊക്കെ പറ്റും ഓൺലൈൻ ആണെങ്കിൽ കേട്ടോ. ഇനി a hospital management system enable us to add a scheduled option to hospital website so the patient can easily schedule an appointment. അപ്പൊ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം എന്ത് ചെയ്യാനുണ്ട്, ഷെഡ്യൂൾ ഓപ്ഷൻ ഷെഡ്യൂൾ ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ് എന്ത് ചെയ്തെടുക്കാൻ പറ്റും, ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പറ്റും. വൺസ് ദ പേഷ്യന്റ് ഹാസ് റിസർവ്ഡ് an appointment, the hospital management system will match the patient illness to ഡോക്ടേഴ്സ് ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ്. അപ്പൊ ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്ത് എനിക്കിപ്പോ എന്താണ്, എനിക്കിപ്പോ ചുമയും പനിയൊക്കെയാണ്. അപ്പൊ എനിക്ക് കാണേണ്ടത് ആരെയാണ്, ഫിസിഷ്യനാണ്. ഞാൻ എന്റെ അസുഖം അടിച്ചു കൊടുക്കുമ്പോ തന്നെ അവരുടെ ഫിസിഷ്യൻസിന്റെ ലിസ്റ്റ് വരും. ഇന്ന ഡോക്ടർ ഫിസിഷ്യനാണ്, ഇന്ന് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്, ഇന്ന ടൈമിലാണ് ഇവിടെ ഇരിക്കുന്നത്, അടുത്ത ഒരു ഡോക്ടറിന്റെ പേര്, അതേപോലെ ഓരോരുത്തരുടെ പേരുണ്ടാവും, അവരുടെ എന്താ പറയാ ടൈം ഉണ്ടാവും. എനിക്ക് ഇഷ്ടമുള്ള സമയത്തിൽ ഏത് ഡോക്ടറാണ് കാണേണ്ടത്, എനിക്ക് ഇഷ്ടമുള്ള ഡോക്ടറെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. It will then allocate them to next available specialist or once the patient has revised
an appointment, the hospital management system will match the patient illness to the doctor of area expertise. It will then allocate them to next available specialist or one day prefer. അപ്പൊ എന്താണ് പറയുന്നത്, ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ച ഡോക്ടർ അവിടെ ഇല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അടുത്ത സ്പെഷ്യലിസ്റ്റിനെ നമുക്ക് അവരെ എന്തെങ്കിലും പ്രിഫർ ചെയ്യും. നമുക്ക് ആ ഡോക്ടറിന്റെ എന്തെങ്കിലും ചെയ്യാം, അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് പറ്റും. The next steps in appointment booking. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്കിംഗ് ഈസ് ഗ്യാദറിംഗ് മെഡിക്കൽ ഡോക്യുമെന്റ്. നമ്മുടെ മെഡിക്കൽ ഡോക്യുമെന്റ്സ് ഗ്യാദർ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ എത്രനേക്കാളും മുമ്പ് തന്നെ ഡോക്ടറുടെ ടേബിളിലേക്ക് നമ്മുടെ ഫയൽ എത്തിയിട്ടുണ്ടാവും. ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം with a patient protocol is used to collect the document and share the patient history with the doctor well in advance. മുൻകൂട്ടി നമുക്ക് ഡോക്ടറിനോട് ആ ഇൻഫർമേഷൻസ് ഒക്കെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് പേഷ്യന്റിന്റെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തു, അപ്പൊ തന്നെ നമുക്കറിയാം പേഷ്യന്റിന്റെ ID ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ ID വെച്ച് നമ്മൾ എന്ത് ചെയ്യും, പേഷ്യന്റിന്റെ റെക്കോർഡ് എടുക്കും. അപ്പൊ ആ റെക്കോർഡ് എടുത്തിട്ട് അദ്ദേഹം മുമ്പ് ഏതൊക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ടുണ്ട്, ഏതൊക്കെ ഡോക്ടറെ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പേഷ്യന്റ് റെക്കോർഡിൽ ഉണ്ടാവും. അത് ഡോക്ടറിനോട് മുൻകൂട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് പറ്റും. If the patient required help at his or her house, the system will verify the doctor availability for the remote visit and assign accordingly. ഇപ്പൊ പേഷ്യൻസിന് ഇപ്പൊ തീരെ വയ്യാത്ത പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ നമ്മൾ റിമോട്ട് വിസിറ്റ് ആവും. അദ്ദേഹത്തിന് വീട്ടിൽ പോയിട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ അത് നോക്കിയിട്ട് അവർ എന്ത് ചെയ്യും, അതനുസരിച്ച് അവർ എന്ത് ചെയ്യും, അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യും. In this way, the patient can create a easy and error-free process by digitalizing the appointments reserving processes. ഈ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേഷ്യൻസിന് ഈസി ആയിട്ടും അതേപോലെ എറർ ഇല്ലാതും നമുക്ക് അപ്പോയിന്റ്മെന്റ് എന്ത് ചെയ്യാൻ പറ്റും, ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പറ്റും. അടുത്തതാണ് ഓരോരുത്തരുണ്ട്. നമ്മളൊരു സ്ഥലത്ത് ഇരുന്നിട്ട് എന്ത് ചെയ്യണം, അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യണം. അപ്പൊ തന്നെ ഇൻഫർമേഷൻ ടിക്കറ്റില് എന്ത് ചെയ്യണം, അവരുടെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ജോൺ ഡോസ്, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് എല്ലാ തരം അപ്പോയിന്റ്മെന്റ് ഹിസ്റ്ററി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോ റെലവെന്റ് കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്കായി, നിങ്ങൾക്ക് ഈ ടൈം മുതൽ ഈ ടൈം വരെ ഡോക്ടറിനെ കാണാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ട് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ച് മെസ്സേജ് വരും. ഇതാണ് ഒരു ഓൺലൈൻ ആയിട്ട് നമ്മൾ എന്തെങ്കിലും പേഷ്യന്റ് ബുക്ക് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് പറ്റും. ഇതിനെയാണ് നമ്മൾ ഓൺലൈൻ ബുക്കിംഗ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിൽ കുറച്ചും കൂടി എന്താ പറയാ ഇംപ്രൂവ് ആയപ്പോ ഇങ്ങനെ വന്നിരിക്കണം ഓൺലൈൻ ആയിട്ട് കേട്ടോ. ഓൺലൈൻ ബുക്ക് ഇതാണ് കേട്ടോ, അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് ആണ്. ഇനി ഇതിൽ ഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോയിന്റ്മെന്റ് കേസ് ഹിസ്റ്ററി ഒക്കെ എന്ത് ചെയ്യണം, ഡോക്ടറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെ വെബ്സൈറ്റ് ആക്ടിവിറ്റീസിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ആണ് പേഷ്യന്റ് മാനേജ്മെന്റ്. നമ്മ ആദ്യത്തെ കമ്പോണന്റ് പറഞ്ഞത് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് ആണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ ഓൺലൈനായിട്ട് എന്ത് ചെയ്യണം, അപ്പോയിന്റ്മെന്റ്സ് എടുക്കണം. അത് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനും ഓൾട്ടർ ചെയ്യാനും ക്യാൻസൽ ചെയ്യാനും ഓൺലൈനായിട്ടുള്ള ഓപ്ഷൻ തന്നെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ തന്നെ എന്താണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം എങ്കിലും ഡോക്ടറിന്റെ അടുത്തേക്ക് നമ്മുടെ പാസ്റ്റ് ഹിസ്റ്ററിയിൽ പാസ്റ്റ് മെഡിക്കൽ റെക്കോർഡ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ മുമ്പത്തെ ഉള്ള റെക്കോർഡ്സ് ഒക്കെ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് നമ്മുടെ ആ രീതിയിലായിരിക്കും അദ്ദേഹം പെരുമാറുന്നത്. അടുത്തതാണ് പറഞ്ഞത് എന്താണ്, പേഷ്യന്റ് മാനേജ്മെന്റ് ആണ് പറഞ്ഞത്. After the patient orientation is completed, patient's appointment complete ചെയ്തിട്ടുണ്ടെങ്കിൽ the patient is shifted to IDP. ഇനിയിപ്പോ ആരുടെ അടുത്തേക്കായിരിക്കും പേഷ്യന്റ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്, IDP അല്ലെങ്കിൽ ODP-യിലേക്കായിരിക്കും നമ്മൾ പേഷ്യന്റിനെ എന്തെങ്കിലും ഷിഫ്റ്റ് ചെയ്യുന്നത്. IDP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ODP എന്ന് വെച്ചാൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. The patient management modules of healthcare hospital management system cater to necessities of the inpatient and outpatient department. Inpatient and outpatient department manage ചെയ്യും. ഇത് കളക്ട് ആൻഡ് സ്റ്റോർ ദ മെഡിക്കൽ ഹിസ്റ്ററി. അപ്പൊ എന്ത് ചെയ്യും, ഇവരെന്ത് ചെയ്യും, നമ്മുടെ ഇതാണ് പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററീസ് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും, കളക്ട് ചെയ്യും, അത് സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ കാര്യങ്ങളോട് റെക്കോർഡ് ചെയ്യും. ഡീറ്റെയിൽസ് ഓഫ് ദയർ പ്രീവിയസ് വിസിറ്റ്, മുന്നേ എന്താ സുഖത്തിനാണ് നമ്മളിവിടെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ എടുക്കും. ഇനി അപ്കമിങ് അപ്പോയിന്റ്മെന്റ്സ്, ഇനി വേറെ ഏതെങ്കിലും അപ്പോയിന്റ്മെന്റ്സ് ഒരു എന്താ പറയാ വലിയൊരു അസുഖത്തിന് വേണ്ടി ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്പെഷ്യലിസ്റ്റിനെ ഒക്കെ കാണുന്നതായിട്ട് വരും. ഡോക്ടർ ഒരു പേഷ്യന്റിന് അത്യാവശ്യം തീരെ വയ്യാത്ത ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ സ്പെഷ്യലിസ്റ്റിനെ കാണുന്നതായിട്ട് വരും. അപ്പൊ അവരുടെ അപ്കമിങ് അപ്പോയിന്റ്മെന്റ്സിന് അടുത്ത ദിവസം അദ്ദേഹം വരാൻ ചാൻസ് ഉണ്ട്, അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്നൊക്കെ നമുക്ക് അതിൽ മനസ്സിലാക്കാം.
മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ മെഡിക്കൽ റിപ്പോർട്ടുകൾ കണ്ടുപിടിക്കാം. അതേപോലെ അദ്ദേഹത്തിന്റെ ഇൻഷുറൻസ് ഡീറ്റെയിൽസ് അങ്ങനത്തെ കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതൊക്കെ കളക്ട് ചെയ്യുക, അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇറ്റ് ജനറേറ്റ് അൺക്യൂൻ അഡ്മിഷൻ നമ്പർ ഫോർ ഈച്ച് പേഷ്യന്റ് ടു ഈസിലി ഹാൻഡിൽ അഡ്മിഷൻ, ഡിസ്ചാർജ് ആൻഡ് ട്രാൻസ്ഫർ. അപ്പൊ അൺക്യൂൻ ആയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ അഡ്മിഷൻ നമ്പർ ഉണ്ടെന്ന് വിചാരിക്കും. ഓരോ പേഷ്യൻസിന് ഓരോ പേഷ്യൻ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ അഡ്മിഷനും അതേപോലെ ഡിസ്ചാർജ്, ട്രാൻസ്ഫർ ഒക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇറ്റ് ഓൾസോ ബിൽഡ് എ കോംപ്രിഹെൻസീവ് ഡിസ്ചാർജ് സമ്മറി ടു മേക്ക് ഷുവർ ഓഫ് സ്മൂത്ത് ഡിസ്ചാർജ്. അപ്പൊ കോംപ്രിഹെൻസീവ് ഡിസ്ചാർജ് സമ്മറിനേക്കാളും നല്ലത് ഇങ്ങനെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, അദ്ദേഹം എത്ര ദിവസം ഞാൻ ഡിസ്ചാർജ് ചെയ്തു, അത് സിമ്പിൾ ആയിട്ടാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ടൈം ഒക്കെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അറ്റ് ദ ടൈം സേവ് ഈസ് റെക്കോർഡഡ് ജനറേറ്റ് റിലേറ്റഡ് ഡോക്യുമെന്റ്സ്. അപ്പൊ ഡോക്യുമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ കൺസെന്റ് ഫോം ഫോർ ഇലക്ട്രോണിക് സിഗ്നേച്ചേഴ്സ്. അപ്പൊ കൺസെന്റ് ഫോം ഒക്കെ നമുക്ക് ഇലക്ട്രോണിക്കലി എന്ത് ചെയ്യാൻ പറ്റും, സൈൻ ഒക്കെ ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേഷ്യന്റ് മാനേജ്മെന്റ് ആണ്. When you begin collecting and storing and on an hospital management system, default also eliminate the need to get these details on every visit. നമ്മ ഓരോ പ്രാവശ്യവും അവരെ ട്രീറ്റ്മെന്റിന് വേണ്ടി പോകുമ്പോൾ ഓരോ പ്രാവശ്യവും പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി അവരുടെ സിസ്റ്റത്തിൽ നമ്മുടെ പഴയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാമത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് system enable the doctor and staff to focus more on treatment than administrative work. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് കുറച്ച് ഒഴിവാക്കാം. ഹോസ്പിറ്റലിന് ഡോക്ടേഴ്സിനാവട്ടെ അതേപോലെ നേഴ്സിനാവട്ടെ നമ്മുടെ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫിന് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. ഒരു പേഷ്യന്റ് വരും, ഇന്ന പേഷ്യന്റിന് ഇന്ന രോഗങ്ങളായിരുന്നു അല്ലെങ്കിൽ ഇന്ന ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എപ്പോഴും എല്ലാ പ്രാവശ്യം എഴുതാനത് എഴുതി വെക്കാൻ അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. കാരണം എന്താണ്, ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ അത് സിസ്റ്റത്തിലേക്ക് അത് കയറ്റിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് എന്താ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ മാത്രമേ, ഡോക്ടർക്കായാലും സ്റ്റാഫിനായാലും ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ മാത്രമേ, ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ. പഴയ റെക്കോർഡ് എപ്പോഴും വെരിഫൈ ചെയ്യേണ്ട കാര്യമില്ല. Now, if you wish to automatic other activity like the patient communication, consider integrating your hospital management system with marketing automation software. അപ്പം നമുക്ക് ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാം. It will help you automatic communication with the patient and doctor. നമുക്ക് സാധാരണ ഓൺലൈനായിട്ട് ഡോക്ടേഴ്സിനൊക്കെ കാണും. കൊറോണയുടെ ഒക്കെ സമയത്ത് നമ്മ ഓൺലൈനായിട്ടൊക്കെ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഓൺലൈനായിട്ട് ഇന്ന നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നമുക്ക് ലിങ്കിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ വഴി നമുക്ക് ഡോക്ടറിനോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പേഷ്യൻസിന് ഡോക്ടറിനോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. യു ക്യാൻ സെൻഡ് അപ്പോയിന്റ്മെന്റ്, ലാബ് ടെസ്റ്റ്, റിമൈൻഡേഴ്സ് ഓർ ഫോളോ അപ്പ് ആൻഡ് ക്രിയേറ്റ് മീനിങ്ഫുൾ ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ്. അതേപോലെ തന്നെ നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് സെൻഡ് ചെയ്യാൻ പറ്റും, അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റും. ലാബ് ടെസ്റ്റിന്റെ ഇന്ന ദിവസം ടെസ്റ്റ് ചെയ്യണം. ചില അസുഖങ്ങൾക്കൊക്കെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ രാവിലെ ഭക്ഷണം കഴിച്ച്, ഇപ്പൊ ഷുഗറിനാന്ന് വിചാരിക്കും, അപ്പൊ ഭക്ഷണം കഴിക്കുന്നേക്കാൾ മുമ്പ് ടെസ്റ്റ് ചെയ്യണം, കഴിച്ചതിന് ശേഷവും ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ഏത് ടൈമിലാണ് ടെസ്റ്റ് ചെയ്യേണ്ടതൊക്കെയുള്ള റിമൈൻഡേഴ്സും മെസ്സേജ് വരും. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എന്തെങ്കിലും ഫോളോ അപ്പ് ചെയ്യാനൊക്കെ പറ്റും. അത് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ്, ഹോസ്പിറ്റലും നമ്മളും തമ്മിൽ ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് പോസിബിൾ ആയിരിക്കും. എങ്ങനെ, ആ ഹോസ്പിറ്റലിൽ നല്ല ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളും അവർ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഓൺലൈൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ വഴി നല്ല രീതിയിൽ നോക്കിയിട്ട് നമുക്കത് മാനേജ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ആദ്യം പറഞ്ഞത് എന്താണെന്ന് ഓർമ്മയിട്ടല്ല, അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് ആണ്. സിമ്പിൾ ആണ്. നമ്മ ഓൺലൈനായിട്ട് അപ്പോയിന്റ്മെന്റ് മാനേജ് ചെയ്യണോ, അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുക്കണോ, അത് ക്യാൻസൽ ചെയ്യാൻ പറ്റണോ, ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുള്ളൂ, റീഷെഡ്യൂൾ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. രണ്ടാമത്താണ് പേഷ്യന്റ് മാനേജ്മെന്റ് ആണ്. പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഓൺലൈനായിട്ട് അത് എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കൂടുതൽ അത് കംഫർട്ടബിൾ ആണ്. ടൈം സേവ് ചെയ്യാൻ പറ്റും. ഓരോ പ്രാവശ്യം അവരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കേണ്ട കാര്യം വരുന്നില്ല. അവർക്ക് മുമ്പുള്ള ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ പാസ്റ്റ് റെക്കോർഡ്സ് ഒക്കെ അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ രണ്ടാമത് റിപ്പീറ്റ് ടൈം ഒരുപാട് കളയേണ്ട കാര്യമില്ല. ഫെസിലിറ്റി മാനേജ്മെന്റ് ആണ് കേട്ടോ. അടുത്തത് എന്താണ് ഫെസിലിറ്റി മാനേജ്മെന്റ്. ടു ഫെസിലിറ്റേറ്റ് എ സ്മൂത്ത് എക്സ്പീരിയൻസ് ഫോർ പേഷ്യന്റ്, it is necessary for staff to have easy access to
നെസസറി ഹോസ്പിറ്റൽ റെക്കോർഡ്. അപ്പൊ ഫെസിലിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് നല്ല എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾ ഈ ഹോസ്പിറ്റൽ റെക്കോർഡ് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, അസസ് ചെയ്യാനായിട്ട് പറ്റണം, ഈസി ആയിട്ട് അസസ് ചെയ്യാൻ പറ്റണം. സ്റ്റാഫുകൾക്ക് പെട്ടെന്ന് ഇപ്പൊ ഇന്ന നമ്പറാണ്, ഇപ്പൊ ഞാൻ ആണ് എന്ത് ചെയ്യണം ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണമെങ്കിൽ എന്റെ ID പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ ID അല്ലെങ്കിൽ അഡ്മിഷൻ നമ്പർ പറഞ്ഞു കൊടുത്തതിന് പെട്ടെന്ന് നമുക്ക് സ്റ്റാഫിനത് എന്ത് ചെയ്യാൻ പറ്റണം, അത് എൻ്റർ ചെയ്ത് കയറി അവർക്ക് ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് പറ്റണം. A facility management module of HMS helps you to keep the record of bed availability, occupancy status of the room with the specialized care and monitoring. അത് കൂടാണ്ട് ഇപ്പൊ നമ്മുടെ പേഷ്യൻസിന്റെ കാര്യങ്ങള് അവർക്ക് അസസ് ചെയ്യണത് കൂടാണ്ട്, റെക്കോർഡ്സ് അസസ് ചെയ്യണത് കൂടാണ്ട് ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിലുള്ള സ്റ്റാഫുകൾ എന്തും കൂടി നോക്കണം. നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലിൽ എത്ര ബെഡ് ഉണ്ട്, എത്ര ബെഡ് അവൈലബിൾ ആയിട്ടുണ്ട്, അവിടെ എത്ര പേഷ്യന്റ്, എന്തോരം ബെഡ് ഉണ്ട്, അതിൽ എത്ര പേഷ്യൻസ് ഉണ്ട് എന്ന് വെച്ചാൽ ഒക്യുപ്പൻസി സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ ഓരോ ബെഡിലും എത്ര ആൾക്കാരുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ആണ്. ഇപ്പൊ വേക്കന്റ് ആയിട്ട് എത്ര ബെഡ് ഉണ്ട്, അതേപോലെ ഒക്യുപ്പൈഡ് ആയിട്ട് എത്ര ബെഡ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. പിന്നെ ചിലത് ICU ഉണ്ടാവും, NICU ഉള്ള ബെഡ് ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് സ്പെഷ്യലൈസ്ഡ് കെയർ ഉള്ള റൂമുകൾ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം. ആദ്യം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ആൾക്കാർ എപ്പോഴും അത് അപ്ഡേറ്റ് ആയിരിക്കണം, ആ സിസ്റ്റത്തിൽ എപ്പോഴും കയറ്റിയിടണം. It collect all such information and make it is easily available to the receptionist. അത് ഇൻഫർമേഷൻസ് എപ്പോഴും കളക്ട് ചെയ്യുക, ആ ഇൻഫർമേഷൻസ് എപ്പോഴും എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്തിടണം, അല്ലെങ്കിൽ അവൈലബിൾ ആയിരിക്കണം. ആർക്കാണ് റിസപ്ഷനിസ്റ്റ്, അപ്പൊ റിസപ്ഷനിസ്റ്റിനോടൊക്കെ വന്ന് ചോദിക്കണം ഇപ്പൊ റൂം അവൈലബിൾ ആണോ, ഇന്ന റൂം ഇപ്പൊ AC റൂം അവൈലബിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ആ സിസ്റ്റത്തിൽ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം AC റൂം ഇത്ര വേക്കന്റ് ആയിട്ട് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ AC റൂം ഇല്ല സാധാരണ റൂമാണ് ഉള്ളത് എന്നൊക്കെ ഉള്ള കാര്യം റിസപ്ഷനിസ്റ്റിന് പറയണമെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം അത്രയും പ്രോപ്പർ ആയിരിക്കും. കാരണം അവർ അപ്ഡേറ്റ് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉള്ളത്. കാരണം നമ്മളിപ്പോ സിസ്റ്റത്തിൽ നോക്കിയപ്പോ അവൈലബിൾ ആണെന്ന് പറഞ്ഞു, അവൈലബിൾ ആണ് എന്ന് പറയുമ്പോ അതിന് പോയത് ബുക്ക് ചെയ്യാൻ പോകും. അപ്പൊ ബുക്ക് ചെയ്യാൻ പോകുമ്പോ അല്ലിപ്പോ അവിടെ അവൈലബിൾ അല്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ കൺഫ്യൂഷൻ വരും. അങ്ങനെ കൺഫ്യൂഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻസ് ഒക്കെ അപ്ഡേറ്റ് ആയിരിക്കണം. If a hospital has a different facilities, then and hospital management system collect them to provide an overall picture. അപ്പൊ പല കാര്യങ്ങളിലായിരിക്കും ഓരോ ഹോസ്പിറ്റലിൽ എൻഗേജ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഓവറോൾ പിക്ചർ ആർക്ക് അറിഞ്ഞിരിക്കണം, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന് അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഡോക്ടർ ക്യാൻ അസസ് ദ പേഷ്യന്റ് ഡാറ്റ ഫ്രം എനി ഹോസ്പിറ്റൽ. അപ്പൊ ഡോക്ടർക്ക് ഓരോ ഡോക്ടർക്കും അവരുടെ പേഷ്യൻസിന്റെ ഡാറ്റാസ് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അസസ് ചെയ്യാനായിട്ട് പറ്റണം. പേഷ്യന്റ് ക്യാൻ വിസിറ്റ് എനി ഹോസ്പിറ്റൽ ഇൻ ദ ബേസ് ഓഫ് ദെയർ കൺവീനിയൻസ്. നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റണം. ആസ് ഓൾ ദ റെക്കോർഡ്സ് ആർ അവൈലബിൾ ഓൺലൈൻ. ഓൺലൈനായിട്ട് നമ്മുടെ റെക്കോർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഏത് ഡോക്ടറെ വേണമെങ്കിലും കാണിക്കാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മുടെ ഡോക്ടർ വേറൊരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ പോയി ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കാനായിട്ട് നമുക്ക് ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി സ്റ്റാഫ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടാവും. The staff management module facilities to concentrate solution to HR department. HR ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമ്മുടെ എന്താണ് സ്റ്റാഫുകളെ മാനേജ് ചെയ്യണം, ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകളിൽ മാനേജ് ചെയ്യണം. ഇറ്റ് ഇൻക്ലൂഡ് ദ റെക്കോർഡ് ഓഫ് ഹോസ്പിറ്റൽ സ്റ്റാഫ്. HR ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണം. ജോബ് ഡിസ്ക്രിപ്ഷൻ, ഓരോ സ്റ്റാഫിനും അവരവരുടെ ജോബ് എന്താണെന്നുള്ള കാര്യങ്ങൾ, സർവീസ് ഡൊമൈൻ, പിന്നെ നമ്മൾ സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്ന അതിന്റെ കാര്യങ്ങളും ആൻഡ് അതർ ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസുകളും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ കേട്ടിട്ടിരിക്കണം. ഇന്ന സ്റ്റാഫ് ഇന്ന ഡിപ്പാർട്ട്മെന്റിലാണ്, ഇന്നത്തെ സ്റ്റാഫിന് ഇന്ന ഡ്യൂട്ടിയാണ്. ഓരോ ദിവസവും ഡ്യൂട്ടി മാറിക്കൊണ്ടിരിക്കും ഓരോ സ്റ്റാഫിന്. അപ്പൊ അത് എന്ത് ഡ്യൂട്ടി ആണെന്നുള്ള കാര്യം, അതേപോലെ അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്നുള്ള, ഹെഡ് നേഴ്സ് ഉണ്ടാവും, അസിസ്റ്റന്റ് നേഴ്സ് ഉണ്ടാവും. അപ്പൊ അവര് ഏതാണ് ഹെഡ് നേഴ്സ്, ഏതാണ് അസിസ്റ്റന്റ് നേഴ്സ്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്. ചിലപ്പം NICUലായിരിക്കും നേഴ്സ്, അല്ലെങ്കിൽ ചിലപ്പോൾ എവിടെ ആയിരിക്കും, സാധാരണ വാർഡിലായിരിക്കും. അപ്പൊ എവിടെയാണ് ആ നേഴ്സ് ഉള്ളത് നമുക്ക് ആ സിസ്റ്റം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാഫ് എവിടെയാണെന്നുള്ളത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ പറ്റണം. It helps to realize your staff without going through a heavily bundle of files. അപ്പൊ സ്റ്റാഫിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫയലൊക്കെ തട്ടി നോക്കേണ്ട, പരിശോധിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ സിസ്റ്റത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ സിസ്റ്റത്തിൽ ഓൺലൈൻ ആയിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി അക്സസ് ചെയ്യാൻ പറ്റും. Additionally, it enable us to plan hiring process based on റിക്രൂട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. അപ്പൊ നമുക്ക് ഇത് എന്തിനെ ഹെൽപ്പ് ചെയ്യണു, നമുക്ക് ഹയറിംഗ് പ്രോസസ്സ്, പുതിയ സ്റ്റാഫിനെ കാര്യങ്ങൾ ആവശ്യം തോന്നുന്നു, അവരുടെ റിക്രൂട്ട്മെന്റ് അറിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നടത്താനായിട്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഹെൽപ്പ് ചെയ്യും. ഇനി സപ്ലൈ മാനേജ്മെന്റ് ആണ്. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എന്താണ് സപ്ലൈ ആവശ്യമുള്ളത്, മെഡിക്കൽ
മെഡിക്കൽ സപ്ലൈസ് ആണ് ആവശ്യമുള്ളത്. മെഡിസിൻസ് ആവാം, അതേപോലെ മെഡിക്കൽ എന്താ പറയാ ഇപ്പൊ ഗ്ലൗസ്, മാസ്ക്, പിന്നെ എന്താണ് നമ്മുടെ സിറിഞ്ച്, സൂചി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെഡിക്കൽ സപ്ലൈസ് ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പൊ അതൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് ഫില്ല് ചെയ്യണം. കാരണം ഓരോ ദിവസവും അത് എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ്, നമ്മൾ അത് യൂസ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അപ്പൊ അത് എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് അവിടെ ഫില്ല് ചെയ്യണം. അപ്പൊ നമ്മൾ ഓരോ സാധനം എന്ത് ചെയ്യണം, കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ സാധനങ്ങൾ തീരുമ്പോഴും അതിന്റെ ഡീറ്റെയിൽസ് എവിടേക്ക് കയറ്റിയിട്ടിരിക്കണം, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് കയറ്റിയിടണം, ഇൻഫർമേഷൻസ് സിസ്റ്റത്തിലേക്ക് കയറ്റിയിടണം. A hospital cannot afford a short of medical supplies. അപ്പൊ ഓരോ ഹോസ്പിറ്റലിലും നമ്മുടെ മെഡിക്കൽ സപ്ലൈസ് കുറയാനായിട്ട് പാടില്ല. കാരണം എപ്പോ വേണമെങ്കിലും എമർജൻസി വരാവുന്ന സിറ്റുവേഷൻ ആണ് ഇവിടെ ഉള്ളത്, ഹോസ്പിറ്റലിൽ ഉള്ളത്. എപ്പോ വേണമെങ്കിൽ നമുക്ക് മെഡിക്കൽ സപ്ലൈ കൂടും, ആവശ്യമുണ്ട്. അപ്പൊ പ്രൊമിറ്റ് ആയിട്ട് നമുക്ക് മെഡിക്കൽ സപ്ലൈ വേണം. പക്ഷെ നമുക്ക് ആവശ്യത്തിൽ കുറച്ച് കൂടുതൽ മെഡിക്കൽ സപ്ലൈസ് എപ്പോഴും നമ്മുടെ കയ്യിലിരിക്കുന്നത് നല്ലതാണ്. നോട്ട് ഹാവിംഗ് എ മെഡിസിൻ അറ്റ് ദ റൈറ്റ് ടൈം ഓർ മൈനർ ഡിലേ ഇൻ റീഫില്ലിംഗ് ക്യാൻ ലീഡ്സ് ടു സെവറൽ റിസൾട്ട്. അപ്പൊ എന്താ പറഞ്ഞത്, ഒരു മെഡിസിൻ റൈറ്റ് ടൈമിൽ കിട്ടാത്തൊരവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പേഷ്യന്റിന് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അവിടുത്തെ സ്റ്റാഫിന്റെ കയ്യിൽ അങ്ങനെ ഒരു അബദ്ധം പറ്റാൻ പാടില്ല. കാരണം അതേപോലെ റീഫില്ല് ചെയ്യണം. അവിടെ ഉള്ള മെഡിസിൻസ് അത്രയും തന്നെ വീണ്ടും കയറ്റി വെക്കണം. ഇത്രയും ഒരു 100 യൂണിറ്റ് ഉണ്ടെങ്കിൽ 100 യൂണിറ്റ് എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കണം. ഡിലേ ഒന്നും വരുത്താതിരിക്കാനായിട്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം നോക്കണം. കാരണം അങ്ങനെ ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ അത് ഹോസ്പിറ്റലിന്റെ ഓവറോൾ വർക്കിങ്ങിനെ നന്നായിട്ട് ബാധിക്കും. The supply management factor of HMS tracks the availability of medical stock. അപ്പൊ മെഡിക്കൽ സ്റ്റോക്ക് ഒക്കെ എത്ര ഉണ്ടെന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസസ് ചെയ്യാനൊക്കെ പറ്റും. അവൈലബിലിറ്റി ഇപ്പൊ എത്ര മെഡിസിൻ ഉള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ആർക്ക് നോക്കി അറിയാൻ പറ്റണം, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റണം. ഇറ്റ് ഹെൽപ്സ് യു ടു ഡിറ്റർമിൻ ദ മിനിമം ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ റിക്വയർഡ് വിത്ത് എനി ഹാസിൽ. അപ്പൊ നമുക്ക് എത്രയാണോ മിനിമം ക്വാണ്ടിറ്റി മെയിൻറ്റെയിൻ ചെയ്തെന്നുള്ള കാര്യം, മെഡിക്കൽ സപ്ലൈ എത്ര വേണം എന്നുള്ള കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. ഇത് റെക്കോർഡ് പർച്ചേസ് ഡേറ്റ്. അപ്പൊ അത് മാത്രം പോരാ, എന്നാണത് വാങ്ങിച്ചത്, ക്വാണ്ടിറ്റി കൺസ്യൂംഡ്, എത്രയാണത് വാങ്ങിച്ചത്, എത്ര യൂണിറ്റ്സ് ആണ് വാങ്ങിച്ചത്, ആൻഡ് സപ്ലയർ ഡീറ്റെയിൽസ്, ഇത് ആരാണ് സപ്ലൈ ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ സിസ്റ്റത്തിൽ കയറ്റണം. കാരണം മെഡിസിന്റെ കാര്യമുള്ളൂ. അപ്പൊ മെഡിസിൻസ് ഒക്കെ കറക്റ്റ് ആണെന്നും അത് പർച്ചേസ് ഡേറ്റും മാനുഫാക്ചറിംഗ് ഡേറ്റും എക്സ്പയറി ഡേറ്റ് ഒക്കെ അതിൽ കാണിക്കണം. ദിസ് വേ യു ക്യാൻ കാൽക്കുലേറ്റ് ഫോർകാസ്റ്റ് ദ നെക്സ്റ്റ് പർച്ചേസ്. ഇതുവഴി നമുക്ക് അടുത്ത പർച്ചേസ് എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് റെക്കോർഡ് ബിഫോർ ദ സ്റ്റോക്ക് ഗോസ് ടു റീഓർഡർ ബിഫോർ ദ സ്റ്റോക്ക് ഗോസ് ടു ഷോർട്ട്. അപ്പൊ നമുക്ക് രണ്ടാമത് ഓർഡർ ചെയ്യാൻ പറ്റും. സ്റ്റോക്ക് കുറയണേക്കാൾ മുമ്പേനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഓർഡർ കൊടുക്കാനൊക്കെ പറ്റും. It also provides the details of the medicine available so that the doctor can prescribe the one in the stock. അപ്പം നമുക്ക് ഡോക്ടേഴ്സിന്റെ കയ്യിലേക്കും ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിലുള്ള ഇൻഫർമേഷൻ പോണോണ്ട് തന്നെ എന്താണ്, അപ്പം ഡോക്ടേഴ്സിന് അവിടെ അവൈലബിൾ ആയിട്ടുള്ള മെഡിസിൻ നോക്കിയിട്ട് അതെന്ത് ചെയ്യാൻ പറ്റും, പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും. ഒരു മിനിറ്റ് കേട്ടാ. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് സപ്ലൈ മാനേജ്മെന്റ് ആണ്. സപ്ലൈയിൽ വന്നിട്ട് നമ്മുടെ മെഡിക്കൽ ആവശ്യമുള്ള മെഡിസിൻസ്, അതേപോലെ മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ ഒക്കെ സപ്ലൈയുടെ കാര്യം പറഞ്ഞത്. അത് പ്രോമിറ്റ് ടൈമിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, സപ്ലൈ ചെയ്യാനായിട്ട്. കറക്റ്റ് ടൈമിൽ തന്നെ അവർ റീഫില് ചെയ്തോളണം. മെഡിസിന്റെ കാര്യങ്ങളാണെങ്കിൽ കറക്റ്റ് അത് കുറേനേക്കാളും മുമ്പ് തന്നെ റീഓർഡർ ചെയ്ത് ഓർഡർ ചെയ്തത് വരുത്താനൊക്കെ ശ്രമിക്കണം. അടുത്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കേട്ടോ. ഫിനാൻഷ്യൽ മാനേജ്മെന്റിലേക്ക് വരുമ്പോ നമ്മളിപ്പോ ബില്ലിംഗ് ഒക്കെ ഏകദേശം എല്ലാ മിക്ക ഹോസ്പിറ്റലിലും ബില്ലിംഗ് ഒക്കെ ഇപ്പൊ ഓൺലൈൻ ആണ്, ബില്ലൊക്കെ വരും. അപ്പൊ തന്നെ അത് പ്രിന്റ് എടുത്ത് നമ്മൾ എന്തെങ്കിലും ക്യാഷ് കൗണ്ടറിൽ പോയി അടയ്ക്കൊക്കെ വേണം. ഫിനാൻഷ്യൽ മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ ദ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫാക്ടർ ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഡീൽസ് വിത്ത് ഫിനാൻഷ്യൽ അഫയേഴ്സ് ഓഫ് യുവർ ഹോസ്പിറ്റൽ. നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഫിനാൻഷ്യൽ അഫയറിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഇവാലുവേറ്റ്, സ്റ്റോർ ആൻഡ് പ്രസന്റ് ദ ബില്ലിംഗ് ഇൻഫർമേഷൻ ടു ദ പേഷ്യൻസ്. നമ്മൾ ഓരോ ബില്ലുകൾ വരുമല്ലോ, ആ ബില്ലിംഗ് ഇൻഫർമേഷൻസ് പേഷ്യൻസിന് കൊടുക്കുക. അത് ഇവാലുവേറ്റ് ചെയ്യുക, അത് സ്റ്റോർ ചെയ്യുക, അത് പ്രസന്റ് ചെയ്യുക. ബില്ലിംഗ് ഇൻഫർമേഷൻ ഇപ്പൊ ചിലപ്പോൾ ഡോക്ടറെ കണ്ടതിന് ഒരു ബില്ലുണ്ടാവും, ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് എടുത്തതിന് ഒരു ബില്ലുണ്ടാവും. അത് കൂടാണ്ട് നമ്മുടെ എന്താണ് മെഡിസിൻ വാങ്ങിക്കുന്നതിന് ഒരു ബില്ലുണ്ടാവും. നമ്മൾ എന്തെങ്കിലും ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ബില്ലുണ്ടാവും. ECG എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ബില്ലുണ്ടാവും. ഈ ബില്ലുകളെല്ലാം നമ്മൾ ആരുടെ അടുത്ത് കൊടുക്കണം, പേഷ്യൻസിന്റെ അടുത്ത് കൊടുക്കണം. ഒരെണ്ണം പോലും വിട്ടു പോകാൻ പാടില്ല. ഇൻ അഡീഷൻ ടു ദിസ്
ഇറ്റ് ഓൾസോ റെക്കോർഡ് ദ എക്സ്പെൻസ് ഇൻകേർഡ് ബൈ ദ ഹോസ്പിറ്റൽ. കൂടാണ്ട് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തോരം ഹോസ്പിറ്റലിന് എന്തോരം എക്സ്പെൻസ് വരുന്നുണ്ട്, റവന്യൂ ഡാറ്റ, എത്ര ഇൻകം വരുന്നുണ്ട്, അതർ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് ഓഫ് ദ ഹോസ്പിറ്റൽ, അതെല്ലാം റെക്കോർഡ് ചെയ്യണം. ഇത് കൂടാണ്ട് നമുക്കിപ്പം ബില്ലിങ്ങിന്റെ ഇൻഫർമേഷൻസ് കൂടാണ്ട് നമ്മുടെ ഹോസ്പിറ്റലിന് എത്ര എക്സ്പെൻസ് വരുന്നുണ്ട്, ഡെയിലി അത് റൺ ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര എക്സ്പെൻസ് വരുന്നുണ്ട്, അതേപോലെ നമുക്ക് എത്ര റവന്യൂ വരുന്നുണ്ട്, ഇൻകം ആയിട്ട് എങ്ങനെ വരുന്നുണ്ട്, മെഡിസിൻ വിറ്റ് കിട്ടുന്ന പൈസ എങ്ങനെ വരുന്നുണ്ട്, ഡോക്ടേഴ്സിന്റെ ഫീസ് ആയിട്ട് എത്ര രൂപ വരുന്നുണ്ട്, അല്ലെങ്കിൽ ടെസ്റ്റ് നടത്തിയിട്ട് അതിന് എത്ര രൂപ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഫുൾ ഫിനാൻഷ്യൽ ഡാറ്റ ഇവിടെ അവൈലബിൾ ആയിരിക്കണം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ അവൈലബിൾ ആയിരിക്കണം. ദിസ് കൺസിഡറേഷൻ സേവ് യു the trouble of analyzing a numerous piece of record of books. അപ്പം ഒരുപാട് ബുക്കുകൾ നോക്കിയെടുക്കണ്ട, കാരണം നമ്മുടെ എക്സ്പെൻസ് ഒക്കെ നമുക്ക് ഇത് നോക്കി കൺസിസ്റ്റന്റ് നോക്കി കഴിഞ്ഞാൽ കിട്ടണം വെച്ചാൽ നല്ലതാണ്. കാരണം പെട്ടെന്ന് നമുക്ക് ആ ഇൻഫർമേഷൻ അക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ഇപ്പൊ എത്ര റവന്യൂ വന്നിട്ടുണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നോക്കി കഴിഞ്ഞിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് നല്ലതാണ്. കാരണം മുമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ബുക്കുകളിലും എത്ര രൂപയ്ക്ക് സാധനം വന്നു, അത് നമ്മൾ എത്ര രൂപയ്ക്ക് വിൽക്കുക, കമ്പയർ ചെയ്തിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അത് ഭയങ്കര എന്താണ്. ഈ അക്കൗണ്ട്സ് വർക്കൊക്കെ എന്തായിരുന്നു ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇപ്പൊ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സാധനങ്ങൾ വരുമ്പോൾ തന്നെ എൻട്രി ഇത്ര രൂപയാണ്, അത് കഴിഞ്ഞ് വിറ്റ് പോകുമ്പോൾ ഇത്ര രൂപയ്ക്ക് വിറ്റുപോയി, പെട്ടെന്ന് എന്ത് ചെയ്യണം, സിസ്റ്റത്തിലേക്ക് കയറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് റിപ്പോർട്ടുകൾ കിട്ടും. അടുത്ത പോയിന്റ് ആണ് ഇൻഷുറൻസ് മാനേജ്മെന്റ്. അപ്പൊ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ അടുത്തൊരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് മാനേജ് ചെയ്യുന്ന കാര്യമാണ് ഇൻഷുറൻസ്. And hospital management system, insurance management components record and store the patient ഇൻഷുറൻസ് ഡീറ്റെയിൽസ്. അപ്പൊ നമ്മൾ പേഷ്യന്റ് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിക്കുന്ന ഇൻഷുറൻസ് വല്ലതും ഉണ്ടോ, സാറിന് എന്തെങ്കിലും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഞങ്ങളോട് അദ്ദേഹം ഷെയർ ചെയ്യുക. അപ്പൊ ഓൺ ദ റിക്വയർമെന്റ്സ് ഇറ്റ് പ്രസന്റ് ദ പോളിസി നമ്പർ, ഇൻഷുറൻസ് കമ്പനിയുടെ അതർ റിലേറ്റഡ് ഇൻഫർമേഷൻ. ഇത് ആവശ്യം അനുസരിച്ചിട്ട് എത്രയാണ് പോളിസി നമ്പർ എന്നുള്ള കാര്യം, അതേപോലെ നമ്മൾ ഏത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നാണ് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള കാര്യം, അങ്ങനത്തെ റെലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും എവിടെ, സിസ്റ്റത്തിൽ കയറ്റിയിടും. The software makes it easy to retrieve these details and make insurance validation easier. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നമ്മൾ ഇൻഷുറൻസ് കമ്പനിയോട് കോൺടാക്ട് ചെയ്യും. അതും നമ്മൾ സിസ്റ്റം വഴിയാണ് ചെയ്യുന്നത്. ഈ ഡീറ്റെയിൽസ് കുറിച്ച് കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പറയും, ഞങ്ങളുടെ പോളിസി ഹോൾഡർ ആണ്, ട്രീറ്റ്മെന്റ് ഒക്കെ കണ്ടിന്യൂ ചെയ്തോ, ഞങ്ങൾ അതിന്റെ ബില്ല് ഞങ്ങൾ പേ ചെയ്തോളാം എന്ന് അവരുടെ കയ്യിൽ നിന്ന് ഓതറൈസേഷൻ ഒക്കെ വരും. എന്നുവെച്ചാൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം നല്ല പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ ഇൻഷുറൻസിന്റെ പ്രോസസ് ഒക്കെ സ്പീഡപ്പ് ആവുള്ളൂ. ഇനി അടുത്തതാണ് ലാബോറട്ടറി മാനേജ്മെന്റ്. ഇനി അടുത്ത പോയിന്റ് എന്താണ്, ലാബോറട്ടറി മാനേജ്മെന്റ് ആണ്. Laboratory management features show the details of different lab tests that patient take. അപ്പൊ ലാബോറട്ടറി മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ പല ടെസ്റ്റും ഡോക്ടർ എഴുതി കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ എല്ലാ ടെസ്റ്റിന്റെയും റിപ്പോർട്ടുകൾ ഏതിലുണ്ടാവും, ലാബോറട്ടറി മാനേജ്മെന്റ് ഉണ്ടാവും, ആ സിസ്റ്റത്തിൽ കേട്ടിട്ടുണ്ടാവും. ഇറ്റ് പ്രൊവൈഡ് ദ റിപ്പോർട്ട് വെൻ നീഡഡ് ആൻഡ് മെയ്ഡ് ഇൻ ഓൾ ദ റെക്കോർഡ്സ് കളക്റ്റീവ്ലി. അപ്പൊ ഈ റിപ്പോർട്ട്സ് എന്ത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റെക്കോർഡുകൾ കളക്റ്റീവ്ലി ആ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഡോക്ടർ ക്യാൻ ഈസിലി അസസ് ഇറ്റ്. അത് നോക്കാൻ ഡോക്ടേഴ്സിന് അത് പെട്ടെന്ന് നോക്കാൻ, അത് വെരിഫൈ ചെയ്യാൻ, അത് നോക്കിയിട്ട് പേഷ്യൻസിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ, എന്ത് മെഡിസിൻ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പറ്റും. ഇറ്റ് ഓൾസോ നോട്ടിഫൈ ദ ഡോക്ടർ ആൻഡ് ദ പേഷ്യന്റ് വെൻ ദ റിസൾട്ട് ആർ റെഡി. അതേപോലെ തന്നെ ഡോക്ടറിനെ പേഷ്യന്റിനെ നോട്ടിഫൈ ചെയ്യാം, ഇന്ന ലാബിലെ ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾ അത് ഇൻബോക്സിൽ നോക്കിക്കോ, ചെക്ക് ചെയ്തോളാനായിട്ട് പറയും. അടുത്തതാണ് ലാബോറട്ടറി മാനേജ്മെന്റ്. കഴിഞ്ഞ ലാബ് ടെസ്റ്റിന്റെ കാര്യമാണ് ലാബോറട്ടറി മാനേജ്മെന്റ് പറയാം. അതിന്റെ റിപ്പോർട്ടുകൾ നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അടുത്തത്. അടുത്തതാണ് റിപ്പോർട്ട് മാനേജ്മെന്റ് ആണ്. എന്താണ് റിപ്പോർട്ട് മാനേജ്മെന്റ്? Report management modules record and store all the report generated by the hospital. Report management നമ്മുടെ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്ത് ജനറേറ്റ് ചെയ്ത എല്ലാ റിപ്പോർട്ട്സും, എല്ലാ ക്ലിനിക്കൽ റിപ്പോർട്ട്സും എവിടെ ഉണ്ടാവും, ഈ റിപ്പോർട്ട് മാനേജ്മെന്റിൽ ഉണ്ടാവും. അപ്പൊ അതിലേക്ക് ആ ഒരു പേജിൽ കയറി അത് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. In case of financial reports, it verifies the performance metrics to check the business profitability. അപ്പൊ എന്താണ്, നമ്മുടെ ഹോസ്പിറ്റൽ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് അറിയാം, എന്നാലും ബിസിനസിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, അവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയുണ്ട്, കാരണം അത്യാവശ്യം നഷ്ടമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അറിയണമെങ്കിൽ എങ്ങനെയാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ട് കിട്ടണം. It also provide a comparison between performance of report for different year. അപ്പൊ കഴിഞ്ഞ കൊല്ലത്തേക്കാളും ഈ കൊല്ലം നമുക്ക് എന്താണ് പ്രോഫിറ്റ് ആണോ എന്നൊക്കെ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാനായിട്ട് പറ്റും, റിപ്പോർട്ടുകൾ അവൈലബിൾ ആണെങ്കിൽ. ആൻഡ് ഓതറൈസ്ഡ് പേഴ്സൺ ക്യാൻ അസസ് ദ റിപ്പോർട്ട് ഒക്കെ കഴിഞ്ഞിട്ട്
ഓതറൈസ്ഡ് ആയിട്ട് സാധാരണ നമ്മൾ സ്റ്റാഫുകൾക്കൊന്നും അത് എന്ത് ചെയ്യാൻ പറ്റില്ല, അസസ് ചെയ്യാൻ പറ്റില്ല. ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അസസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബിസൈഡ് യു ക്യാൻ യൂസ് ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ് ടു പ്രസന്റ് ഇൻ എ ഈസി ടു റീഡ് ഫോർമാറ്റ്. അല്ല, ഇപ്പൊ ഓതറൈസ്ഡ് പേഴ്സൺ അല്ലെങ്കിൽ സാധാരണ ആൾക്കാരാണെങ്കിൽ ഈ റിപ്പോർട്ടുകൾ നമുക്ക് ഡാഷ്ബോർഡ്, വൈറ്റ് ബോർഡ് ഉണ്ടാവില്ല നോട്ടീസ് ബോർഡിൽ, അതിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഇനി വാക്സിനേഷൻ മാനേജ്മെന്റ് ആണ്. ഈ വാക്സിനേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മ കൊറോണയുടെ സമയത്ത് നമ്മൾ വാക്സിന് സ്ലോട്ട് ബുക്ക് ചെയ്ത കാര്യം ഓർമ്മയുണ്ട? നമ്മ ഇങ്ങനെ ഫോണിൽ നോക്കിയിരുന്നിട്ട് എവിടെയാണോ സ്ലോട്ട് വേക്കന്റ് ആയിട്ടുള്ളത് അവിടെ നമ്മൾ ബുക്ക് ചെയ്തത് ഓർമ്മയില്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, ഞാനത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വാക്സിനേഷൻ മൊഡ്യൂൾ കീപ് ട്രാക്ക് ഓഫ് ഓൾ ദ കംപ്ലീറ്റ് ആൻഡ് അപ്കമിംഗ് വാക്സിനേഷൻ. പിന്നെ നമുക്ക് ഈ വാക്സിനേഷൻ മാനേജ്മെന്റ് എന്തെങ്കിലും മൊഡ്യൂൾ ചെയ്യണത് അപ്കമിംഗ് ആയിട്ടുള്ള വരുന്ന വാക്സിനേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞാൽ ഇത് അപ്ഡേറ്റ് യു അബൌട്ട് അപ്കമിംഗ് വാക്സിനേഷൻ, ബുക്ക് ദ സ്ലോട്ട് വിത്ത് ദ ഡോക്ടർ. നമുക്ക് എന്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും? അപ്കമിംഗ് വാക്സിനേഷൻ വരുന്നുണ്ട്, അതിന്റെ സ്ലോട്ട് ഒക്കെ ബുക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. It also send a timely reminder to the patient to make sure that don't miss the slot. അതേപോലെ നമ്മ അന്ന് ഫോണിലൊക്കെ നോക്കി സ്ലോട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയിരുന്നത്, വാക്സിന് സ്ലോട്ട് കിട്ടിയിരുന്നത്. അപ്പൊ ആ സ്ലോട്ടിന്റെ ഡേറ്റ് ആവുമ്പോഴേക്കും വരും നിങ്ങൾക്ക് ഇന്ന ഹോസ്പിറ്റലിൽ ഇന്ന ടൈമിൽ സ്ലോട്ട് ബുക്ക് ആയിട്ടാണ് നിങ്ങൾ പോയി വാക്സിൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് മെസ്സേജ് നമ്മുടെ ഫോണിലേക്ക് വന്നിട്ടുണ്ട്. അടുത്താണ് സപ്പോർട്ട് മാനേജ്മെന്റ് കേട്ടോ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എനി ഹോസ്പിറ്റൽ. എല്ലാ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചും പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒരു പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് സാറ്റിസ്ഫൈഡ് ആയിട്ട് പോയാൽ നമുക്ക് എന്താവുള്ളൂ, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ദിസ് സെഗ്മെന്റ് റെക്കോർഡ് ഡാറ്റ ലൈക്ക് എൻക്വയറി, കംപ്ലൈന്റ്, റിക്വസ്റ്റ്, ഫീഡ്ബാക്ക് ഫ്രം ദ പേഷ്യന്റ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എൻക്വയറീസ് നടത്തുന്നു. അപ്പൊ ഫോൺ നമ്മുടെ ഇവിടെ റിസപ്ഷനിൽ കോൾ ചെയ്യും, നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്, ഫീഡ്ബാക്ക് ഒക്കെ വാങ്ങിക്കും. പേഷ്യൻസിന്റെ കാര്യം നിങ്ങൾ എവിടെ ട്രീറ്റ്മെന്റ് എടുത്തെങ്കിൽ നിങ്ങൾക്ക് തൃപ്തിയുണ്ടോ എന്നൊക്കെ ചോദിക്കും. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് പറയണം, അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നോക്കാമെന്ന് അവരോട് പറയും. അതേപോലെ അവരെന്തെങ്കിലും റിക്വസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനൊക്കെ ഹോസ്പിറ്റൽ നമ്മുടെ സപ്പോർട്ട് മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യും. It also ensures that they handle these requests and problems appropriately and at the earliest. വേഗം തന്നെ ഈ പ്രോബ്ലംസ് ഒക്കെ പരിഹരിക്കാനായിട്ട് അവർ എന്ത് ചെയ്യാം, റിക്വസ്റ്റ് ഒക്കെ വെച്ചിട്ട് പരിഹരിക്കാനൊക്കെ അവർ നോക്കും. യു ക്യാൻ മേക്ക് automatic the feedback collection process to reduce staff job load and everyone could file out feedback. അപ്പൊ എന്താണ് മുമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ പേപ്പറിലേക്ക് ഫീഡ്ബാക്ക് ഒക്കെ നമ്മളോടൊക്കെ ടീച്ചർമാര് ഇങ്ങനെ അവരുടെ ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ പേപ്പറിലൊക്കെ എഴുതിയൊക്കെ കൊടുക്കും. ഇപ്പൊ അങ്ങനെയല്ല, ഓൺലൈൻ നമുക്ക് സൈറ്റിൽ കയറി തന്നെ ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റും. 5 സ്റ്റാർ കൊടുക്കും, അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് സ്റ്റാർ കൊടുക്കും. അപ്പൊ സ്റ്റാർ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ റേറ്റിംഗ് വേണ്ടത്, റേറ്റിംഗ് കൊടുക്കും. അതേപോലെ അവർക്ക് വല്ല കമന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്ഷൻസ് റിക്വസ്റ്റ് വല്ല ഉണ്ടെങ്കിൽ അതിന്റെ അടിയിൽ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ സപ്പോർട്ട് മാനേജ്മെന്റ് അത് നോക്കിയിട്ട് അതനുസരിച്ച് അവർ അവരുടെ റിക്വസ്റ്റ് എന്തെങ്കിലും ഹാൻഡിൽ ചെയ്യും. അപ്പൊ നമ്മ ഇത് നോക്കിയത് എന്തായിരുന്നു, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ കുറിച്ചാണ് നോക്കിയത്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഷ്യൻസിന്റെ ഡാറ്റാസ് അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കേട്ടിടും. അതേപോലെ ഡോക്ടേഴ്സിന്റെ ഷെഡ്യൂളിംഗ്, ടൈമിംഗ്, ആ കാര്യങ്ങളൊക്കെയാണ് എവിടെ വന്നത്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ വന്നത്. അതിലാദ്യത്തെ കമ്പോണന്റ് ആണ് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. അപ്പൊ പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കാം, അത് ഓൺലൈനായിട്ട് എടുക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ കംഫർട്ടബിൾ ആണ്. അതേപോലെ ടൈംലി നമുക്ക് ക്യാൻസൽ ചെയ്യാനും റീഷെഡ്യൂൾ ചെയ്യാനൊക്കെ ഓൺലൈനായിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണെന്നുള്ള കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പേഷ്യന്റ് മാനേജ്മെന്റ്. പേഷ്യൻസിന്റെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, അതേപോലെ ട്രീറ്റ്മെന്റ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇൻഷുറൻസ് ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു. രണ്ടാമത് ഫെസിലിറ്റി മാനേജ്മെന്റ് ആണ് പറഞ്ഞത്. അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഈ ഓരോ കാര്യങ്ങളും നമുക്ക് എന്തെങ്കിലും ഈസി ആയിട്ട് അവൈലബിൾ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് അവിടുത്തെ റിസപ്ഷനിസ്റ്റിന് അല്ല അവിടുത്തെ സ്റ്റാഫുകൾക്ക് അത് നമ്മുടെ ആരോട് പേഷ്യൻസിനോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓരോ സ്റ്റാഫ് മാനേജ്മെന്റ് പറഞ്ഞു. ഓരോ സ്റ്റാഫിന് അവരുടെ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. എല്ലാ ഹോസ്പിറ്റലിലും അവിടെയുള്ള സ്റ്റാഫുകളുടെ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞു. അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം, ഓൺലൈനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞു. സപ്ലൈ മാനേജ്മെന്റ് പറഞ്ഞത് അവിടുത്തെ മെഡിസിൻസ് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു. എപ്പോഴും ഒട്ടും ഷോർട്ടേജ് വരാൻ പാടില്ല എന്ന് പറഞ്ഞു. ഷോർട്ടേജ് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് നമ്മുടെ ബില്ലിംഗ് ഒക്കെ ഓൺലൈൻ ആക്കുക, ഇൻഫർമേഷൻസ് ഒക്കെ നല്ല രീതിയിൽ അത് ഡെലിവർ ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ അത് കൂടാണ്ട് നമ്മുടെ ഹോസ്പിറ്റലിന് എത്ര റവന്യൂ വരുന്നുണ്ട്, അതേപോലെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസിന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഇൻഷുറൻസ് മാനേജ്മെന്റ് ആണ്.
ഓരോ പേഷ്യൻസിന് ഇൻഷുറൻസ് ഉണ്ടാവും, ഇൻഷുറൻസ് കമ്പനിയുടെ പേര്, പോളിസി നമ്പർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും. ലാബോറട്ടറി മാനേജ്മെന്റ് എന്ന് വെച്ചാൽ പേഷ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ടെസ്റ്റ് എടുത്തിട്ടുണ്ടാവും, ലാബില് ടെസ്റ്റ് എടുത്തിട്ടുണ്ടാവും. ആ ടെസ്റ്റിന്റെ റിപ്പോർട്ടുകളൊക്കെ ലാബിൽ എന്തൊക്കെ ടെസ്റ്റ് എടുത്തിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ഇത് ചെയ്യും. അതിന്റെ റെക്കോർഡുകൾ നമുക്ക് ഡോക്ടർക്ക് എവിടെ ഇരുന്നാലും നമുക്ക് അത് അസസ് ചെയ്യാനായിട്ട് പറ്റണം. റിപ്പോർട്ട് മാനേജ്മെന്റ് ആണ് നമ്മൾ ടെസ്റ്റ് എല്ലാ കാര്യങ്ങളും റിപ്പോർട്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അത് കൂടാണ്ട് ഈ റെക്കോർഡും ഒക്കെ സ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞു. അത് കൂടാണ്ട് നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു ഹോസ്പിറ്റലാണെങ്കിൽ അവർക്ക് എത്ര പ്രോഫിറ്റബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അത് കൂടാണ്ട് എന്താണ് പെർഫോമൻസ്, എന്തെങ്കിലും പെർഫോമൻസ് റിപ്പോർട്ടുകൾ എടുക്കുക. 2-3 വർഷത്തെ റിപ്പോർട്ട് അനുസരിച്ച് റിപ്പോർട്ടുകളൊക്കെ നോക്കിയിട്ട് നമ്മുടെ പെർഫോമൻസ് ഇപ്പൊ എങ്ങനെയുണ്ടെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യണം. പിന്നെ വാക്സിൻ മാനേജ്മെന്റ് ആണ്. നമുക്ക് വാക്സിൻ ബുക്ക് ചെയ്യാം, ഓൺലൈനായിട്ടൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റണം. അതേപോലെ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കാനായിട്ട് വാക്സിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ, അതേപോലെ പുതിയ അപ്ഡേഷൻസ്, വാക്സിൻസ് ഏതൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റണം. സപ്പോർട്ട് മാനേജ്മെന്റ് ആണ്. നമ്മൾ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോൾ പേഷ്യന്റ് ഫുൾ സാറ്റിസ്ഫാക്ഷൻ വേണമെന്ന് പറഞ്ഞു. അതേപോലെ അവരുടെ ഫീഡ്ബാക്ക്, റിക്വസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും പരിഹരിക്കാനായിട്ട് നോക്കണം. അവർക്ക് എന്തെങ്കിലും പ്രശ്നം, പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നോക്കി നമുക്ക് ഇന്നെടുത്ത പോർഷൻസ് ഒരു 10 മിനിറ്റ് കൊണ്ട് റീഡ് ചെയ്തേ. എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, ഒന്ന് വായിച്ചു നോക്കട്ടെ എല്ലാവരും. എവിടെ പോകണ്ട, വായിച്ചു നോക്കുക കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. എല്ലാവരുടെ കയ്യിലും നോട്ട് അവൈലബിൾ അല്ലേ? ഉണ്ട് ടീച്ചർ. അതിൽ വായിച്ചു നോക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതിൽ മാറ്റണമെങ്കിൽ പറയാം. നോട്ട് അവൈലബിൾ അല്ലാത്തവരുടെ അല്ലെങ്കിൽ ഇതിൽ ഞാൻ മാറ്റാം. നിങ്ങൾക്ക് വായിച്ച് റീഡ് ചെയ്യാൻ പറ്റുമല്ലോ. എല്ലാവരും വായിച്ചു നോക്കിയിട്ട് എന്താ ഡൗട്ട് എന്ന് വെച്ചാൽ ചോദിക്കാം കേട്ടോ.
എല്ലാരും വായിക്കണല്ലോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടാ.
ഓക്കെ, അപ്പൊ നമ്മുടെ പോർഷൻ വായിച്ചതിൽ ഡൗട്ട് ഒന്നും ഇല്ലാലോ? ഇല്ല ടീച്ചർ. ബാക്കി ആർക്കും ഇല്ലാലോ? അടുത്ത ക്ലാസ്സും ഞാൻ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തെടുക്കണേ കേട്ടോ. ഇന്ന് വേറെ ടീച്ചേഴ്സ് ലീവാണ്, അപ്പൊ ഞാൻ തന്നെയാണ് ക്ലാസ് എടുക്കണം, അടുത്ത പോർഷൻ എടുക്കണം കേട്ടോ. അടുത്തത് ബെനിഫിറ്റ്സ് ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം കാരണം നമുക്ക് പേഷ്യൻസിന് അവരുടെ ഹോസ്പിറ്റലിലുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പൊ ഓരോ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. ആദ്യത്തെ പറയണെന്ന് വെച്ചാൽ ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഷ്യന്റ് ആൻഡ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലും പേഷ്യന്റും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ കൂടാനായിട്ട് ഇംപ്രൂവ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. 59% ഓഫ് millennials are willing to switch the doctor for better online access. കൂടുതലായിട്ടുള്ള ആൾക്കാർ, കൂടുതലായിട്ട് 59% ആൾക്കാർ ഡോക്ടേഴ്സിന് ഓൺലൈൻ അസസ് കിട്ടാനായിട്ട് വില്ലിങ് ആണ് പറയുന്നത്. കാരണം ഓൺലൈൻ ആയിട്ടാണ് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും ട്രീറ്റ്മെന്റ് കിട്ടും. നമ്മൾ റിമോട്ട് ഏരിയയിലാണോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്ത് എത്താൻ പറ്റാത്ത ഒരു സ്ഥലത്തൊക്കെ ആണെങ്കിലും പുറം രാജ്യത്ത് താമസിച്ചിരിക്കാം, ഡോക്ടേഴ്സിന് ഹെൽപ്പ് ഓൺലൈൻ ആയിട്ട് കിട്ടാൻ നല്ലതല്ലേ. ആൻഡ് hospital management system will enhance the communication between patient and hospital by allowing patients to approach their medical record, book appointment, receive reminders, and communicate online with their doctor and nurse. അപ്പൊ എന്താണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം? എന്തൊക്കെ കാര്യങ്ങളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പേഷ്യൻസിന് അവരുടെ ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ റെക്കോർഡ്സ് എന്ത് ചെയ്യാൻ അസസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അവര് എന്ത് അപ്പോയിന്റ്മെന്റ്സ് ബുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, റിമൈൻഡേഴ്സ് ഉണ്ടാവും, ഇന്നത്തെ ടെസ്റ്റ് നടത്തുന്നുള്ള റിമൈൻഡേഴ്സ് അതൊക്കെ റിസീവ് ചെയ്യാനായിട്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ ഡോക്ടറായിട്ട് അവരുടെ നേഴ്സ് ആവട്ടെ നേരിട്ടായിട്ട് ഓൺലൈൻ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. യു വിൽ ഹാവ് എൻഹാൻസ്ഡ് പേഷ്യന്റ് എൻഗേജ്മെന്റ്. അപ്പൊ ഇത് വഴി നമുക്ക് പേഷ്യന്റ് ആയിട്ട് കുറച്ചുകൂടി എൻഗേജ് ആവാനായിട്ട് പറ്റും. റിഡക്ഷൻ ഇൻ വേസ്റ്റിംഗ് ടൈം, കുറെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യുന്നത് കളയാം, വേസ്റ്റ് ചെയ്യാതിരിക്കാം. ആൻഡ് ഇംപ്രൂവ്ഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, ഇത് വഴി പേഷ്യൻസിന് കൂടുതലായിട്ട് സാറ്റിസ്ഫാക്ഷൻസ് കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ആദ്യത്തെ പോയിന്റ് പറഞ്ഞത് ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഷ്യന്റ് ആൻഡ് ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലും പേഷ്യന്റും തമ്മിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്താണ് വെയിറ്റിംഗ് ടൈം അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതേപോലെ പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം പേഷ്യൻസിന് അവരുടെ റിപ്പോർട്ട്സ് ഡാറ്റാസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, അപ്രോച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ പേഷ്യൻസിന് തന്നെ നമ്മുടെ ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റും. അതേപോലെ റിമൈൻഡേഴ്സ് റിസീവ് ചെയ്യാനായിട്ട് പറ്റും. നല്ല രീതിയിൽ ഡോക്ടേഴ്സിന്റെ അടുത്തോ അല്ലെങ്കിൽ നേഴ്സിന്റെ അടുത്തോ ഓൺലൈനായിട്ട് കമ്മ്യൂണിക്കേഷൻ അവൈലബിൾ ആവും. അങ്ങനെയൊക്കെ നമുക്ക് പേഷ്യന്റും ഹോസ്പിറ്റലും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി ഇംപ്രൂവ്ഡ് ആക്കാനായിട്ട് പറ്റും. സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ, നമ്മൾ ഈ കൊടുക്കുന്ന ഓരോ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ റെക്കോർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ എങ്ങനെയായിരിക്കും സെക്യൂർഡ് ആയിട്ട് സേഫ് ആയിട്ടായിരിക്കും അവിടെ എന്തെങ്കിലും സൂക്ഷിച്ചിരിക്കുന്നത്. ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം helps you to maintain hospital data safe and secure. ഓരോ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റവും അവരുടെ ഡാറ്റാസ് ആവട്ടെ ഇൻഫർമേഷൻസ് ആവട്ടെ സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. യു ക്യാൻ കൺട്രോൾ ആൻഡ് പ്രൊവൈഡ് അസസ് ടു ഓതറൈസ്ഡ് പേഴ്സൺസ് ഓൺലി. അപ്പൊ ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റാസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അസസ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ പറ്റുള്ളൂ. മേക്ക് ഷുവർ ദാറ്റ് ടു ലുക്ക് HIPAA
കംപ്ലൈന്റ് സോഫ്റ്റ്വെയർ ഫോർ PHI സെക്യൂരിറ്റി. അപ്പൊ എന്താ പറയുന്നത്, ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊബബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട് പ്രകാരം കംപ്ലൈൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ സോഫ്റ്റ്വെയറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഹെൽത്ത് കെയറിൽ എന്തെങ്കിലും പ്രശ്നമല്ല, നമുക്ക് നമ്മുടെ ഡാറ്റാസ് എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കംപ്ലൈൻസ് ഒക്കെ കൊടുക്കാനായിട്ട് പറ്റും സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ട്. നമ്മുടെ സെക്യൂർഡ് ഹോസ്പിറ്റലൈസ്ഡ് ഡാറ്റയിൽ പറയുന്നത് വെച്ചാൽ നമ്മുടെ പേഷ്യൻസിന്റെ റെക്കോർഡുകൾ അവിടെ സേഫ് ആയിരിക്കും, സെക്യൂർ ആയിരിക്കും എന്നാ പറയുന്നത്. ഇംപ്രൂവ്ഡ് അസിസ്റ്റ് പേഷ്യന്റ് ഡാറ്റ, നമ്മുടെ പേഷ്യൻസിന്റെ ഡാറ്റ നമുക്ക് കൂടുതൽ അസസ് ചെയ്യാനായിട്ട് പറ്റും. യു ക്യാൻ ഹാവ് ഈസിലി entrance to the patient and relate the data on the system using an hospital management system. Hospital management system use ചെയ്ത് നമുക്ക് പേഷ്യൻസിന്റെ ഡാറ്റ, അതിന്റെ റിലേറ്റഡ് ഡാറ്റാസ് ഒക്കെ നമുക്ക് എന്തെങ്കിലും അസസ് ചെയ്യാൻ പറ്റും. യു ക്യാൻ ഓൾസോ അപ്രോച്ച് ദ ഡാറ്റ സച്ച് എസ് പേഷ്യന്റ് ഹിസ്റ്ററി, പേഷ്യൻസ് ഹിസ്റ്ററി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഡോക്ടർ എൻഗേജ്മെന്റ്സ്, ഡോക്ടറായിട്ട് നമ്മൾ ഏതൊക്കെ ഡോക്ടറെ കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ നോക്കാൻ പറ്റും. ടെസ്റ്റ് റിസൾട്ട്, നമ്മൾ ഏതൊക്കെ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിട്ട് റിസൾട്ട് എങ്ങനെയാണ് നോക്കാൻ പറ്റും. ബില്ലിംഗ് ഡീറ്റെയിൽസ്, ആ ടൈമിൽ മുമ്പ് പാസ്റ്റിൽ നമ്മൾ പേ ചെയ്ത ബില്ലിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ആൻഡ് മച്ച് മോർ വിത്ത് ജസ്റ്റ് ഫ്യൂ ക്ലിക്സ്. നമ്മൾ കമ്പ്യൂട്ടറിൽ ക്ലിക്ക് ചെയ്യൂല, ആ ഒരു ജസ്റ്റ് ക്ലിക്കുകളുടെ ഉള്ളിൽ നമ്മുടെ മുമ്പിലേക്ക് ഈ പറഞ്ഞ എല്ലാ ഡാറ്റാസും എന്തെങ്കിലും വന്നിട്ടുണ്ടാവും. ഈ പറഞ്ഞ എന്തൊക്കെ ഡാറ്റാസും, പേഷ്യന്റ് ഹിസ്റ്ററി ആവട്ടെ, ഡോക്ടേഴ്സായിട്ട് എൻഗേജ്മെന്റ്, ടെസ്റ്റ് റിസൾട്ട്, അതേപോലെ ബില്ലിംഗ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് ഫ്യൂ ക്ലിക്സിനുള്ളിൽ കിട്ടും. ചില സാധാരണ സിസ്റ്റം ഓപ്പൺ ചെയ്തു നമ്മൾ ആ പേഷ്യന്റിന്റെ അഡ്മിഷൻ നമ്പർ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡീറ്റെയിൽസ് കിട്ടും. റെഡ്യൂസ് ടേൺ അറൌണ്ട് ടൈം, നമ്മ ഈ ടേൺ അറൌണ്ട് ടൈം എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നത്. നമുക്ക് ഈ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ വരുമ്പോ ഒരുപാട് ടൈം ഈ ഫാസ്റ്റ് ഹിസ്റ്ററി ഒക്കെ എടുക്കാനായിട്ട് ചില ഫയലിലൊക്കെയാണ് സൂക്ഷിച്ചിരുന്നത്. മുമ്പ് മാനുവൽ ആയിട്ടായിരുന്നു ഈ റെക്കോർഡൊക്കെ സൂക്ഷിച്ചിരുന്നെങ്കിൽ ഓരോ റെക്കോർഡ് എടുത്ത് പരിശോധിച്ച് അങ്ങനെ ഭയങ്കര ഒരുപാട് ടൈം പോകുമായിരുന്നു. ടേൺ അറൌണ്ട് ടൈം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം സിസ്റ്റത്തിൽ കയറി ഡീറ്റെയിൽസ് അടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് അവരുടെ ഡാറ്റാസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, അസസ് ചെയ്യാനായിട്ട് പറ്റും. Streamline your hospital workflow by automatic routine job like appointment and stock management. This decrease the time and effort required to perform these jobs and turn around time. അപ്പൊ എന്താണ്, നമ്മുടെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ഇങ്ങനെയാണ് ഓട്ടോമാറ്റിക് ആയിട്ട് പോയിട്ടുണ്ട്. അതേപോലെ സ്റ്റോക്ക് മാനേജ്മെന്റ് ഒക്കെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമുക്ക് ടേൺ അറൌണ്ട് ടൈം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. It also helps the hospital staff to focus on more critical patient care area. അപ്പൊ അതേപോലെ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നോക്കണ്ട. എന്നുവെച്ചാല് അപ്പോയിന്റ്മെന്റിന്റെ കാര്യം നോക്കണ്ട, സ്റ്റോക്ക് മാനേജ്മെന്റ്, അതൊക്കെ സിസ്റ്റത്തിൽ സ്റ്റോക്ക് കുറയുമ്പോൾ അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ വരും, ഇന്ന മെഡിസിൻ സ്റ്റോക്ക് കുറഞ്ഞിട്ടുണ്ട്, വേഗം അത് പർച്ചേസ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ അതനുസരിച്ച് ആ ഡിപ്പാർട്ട്മെന്റ് അത് പർച്ചേസ് ചെയ്തോളും. അപ്പൊ എന്താണ്, അപ്പൊ ഈ ടൈം, ഈ സേവ് ചെയ്യുന്ന ടൈം, ഈ ടേൺ അറൌണ്ട് ടൈം എന്ത് ചെയ്യാൻ പറ്റും, ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിന് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആണ്. In reducing a hospital management system can leads to significant cost saving for the hospital. ശരിക്കും പറഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കാരണം ഒരുപാട് ആൾക്കാർ നിന്ന് ചെയ്യേണ്ട ജോലി, ഒരുപാട് ഹ്യൂമൻ ബീങ്സ് ചെയ്യേണ്ട ജോലി ഒറ്റയ്ക്ക് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ചെയ്യുന്നു. അപ്പൊ അവിടെ കോസ്റ്റ് കുറവായിരിക്കും. ആ സിസ്റ്റത്തിന് അധികം കോസ്റ്റ് ഒന്നും വരില്ല. ഇനിയിപ്പോ ഇൻസ്റ്റാളേഷൻ സിസ്റ്റം വാങ്ങിക്കാൻ വേണ്ടി വരെ ചിലവ്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ വാങ്ങിക്കാൻ വേണ്ടി വരെ ചിലവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇറ്റ് ഹെൽപ്സ് ബൈ റെഡ്യൂസിങ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എൻഹാൻസിങ് റിസോഴ്സ് അലോക്കേഷൻ, റിസോഴ്സ് നമുക്ക് വേറെ കാര്യങ്ങൾക്കൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് റെഡ്യൂസിങ് ദ വേസ്റ്റേജ് ഓഫ് മെഡിക്കൽ സപ്ലൈ. അപ്പൊ വേസ്റ്റേജ് മെഡിക്കൽ സപ്ലൈയുടെ കാര്യത്തിൽ ഒരു പ്രൊമക്റ്റ് ആയിട്ടായിരിക്കും മെഡിസിൻ പറയുന്നത്, ഇത്ര യൂണിറ്റ് വേണമെന്ന് പറഞ്ഞാൽ അത്രയും യൂണിറ്റ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, സപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഒരുപാട് യൂണിറ്റ് വന്ന് കേടായി പോകണം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഏത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം പ്രോപ്പർ ആണെങ്കിൽ. ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ക്യാൻ ഓൾസോ മാക്സിമൈസ് ദ റവന്യൂ സ്ട്രീം ബൈ മേക്കിംഗ് ഷുവർ ടൈംലി ബില്ലിംഗ് ആൻഡ് റെഡ്യൂസ് ക്ലെയിം ഡിലേസ്. അപ്പൊ അവരാ എന്താണ്, നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ പറ്റും, റവന്യൂ മാക്സിമൈസ് ചെയ്യാൻ പറ്റും. ബില്ലിംഗ് ഒക്കെ ടൈമിൽ ആക്കുകയാണെങ്കിൽ മാക്സിമൈസ് ചെയ്യാൻ പറ്റും. കാരണം മെഡിസിൻ വാങ്ങിക്കുമ്പോൾ തന്നെ ബില്ല് കൊടുക്കണമെങ്കിൽ പേഷ്യൻസിന് അല്ലെങ്കിൽ അവരുടെ കൂടെ ഉള്ള ആൾക്കാരുടെ പൈസ പേ ചെയ്ത് പോകാൻ പറ്റും. അതേപോലെ ക്ലെയിം ഉണ്ടാവും. ചില കമ്പനികളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഹോസ്പിറ്റലിൽ ചില പേഷ്യൻസിന് എന്തുണ്ടാവും, ഇൻഷുറൻസ് ഉണ്ടാവും. അപ്പൊ അവരുടെ ബില്ലൊക്കെ എങ്ങനെയാ പോകണം, ബില്ല് എമൗണ്ട് ഒക്കെ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് പോകുന്നത്. അപ്പൊ ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും എന്ത് ചെയ്യണം, പേ ചെയ്യണത്. അപ്പൊ ആ ക്ലെയിം സെറ്റിൽമെന്റ്സ് ഒക്കെ ഡിനേലൊന്നും വരുത്താണ്ട് ചില മുടക്കം വരാത്ത രീതിയിൽ പോകാനായിട്ട് നല്ലൊരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യും. ഇന്റലിജന്റ്
വിത്ത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ട്സ്. നമ്മുടെ റിപ്പോർട്ടുകൾ എങ്ങനെയായിരിക്കും ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്നത്? നമ്മുടെ സിസ്റ്റത്തിലേക്ക് റിപ്പോർട്ട് പോയി സോഫ്റ്റ്വെയർ ഇപ്പോൾ കയറി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ടുകൾ പെട്ടെന്ന് അക്സസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം can give valuable insight regarding the operation by generating real-time reports on various metrics such as patient flow, occupancy rate and income generation. എന്താണ് നമുക്ക് റിയൽ ടൈം ആയിട്ട് റിപ്പോർട്ട്സുകൾ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോഴത്തെ എന്താണോ സിറ്റുവേഷൻ അതനുസരിച്ച് നമുക്ക് റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പേഷ്യൻസ് എന്തോരം വന്നിട്ടുണ്ട്, പേഷ്യൻസിന്റെ ഫ്ലോ എത്രയുണ്ട്, നമുക്ക് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന റേറ്റ്, ഇത്ര പേഷ്യൻസിനെ നമുക്ക് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും. അതൊക്കെ അവിടെ നിന്ന് അതിന്റെ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഇൻകം എന്തോരം ജനറേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും നമുക്ക് റിപ്പോർട്ടിൽ നിന്ന് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. This helps you to make data-driven decisions. ഈ ഡാറ്റ അനുസരിച്ച് നമുക്ക് ഡിസിഷൻസ് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇംപ്രൂവ് ദ പ്രോസസ് ആൻഡ് ഒപ്റ്റിമൈസ് ദ റിസോഴ്സ്. ഇത് എന്തൊരു കാരണം നമ്മുടെ പ്രോസസ്സ് കുറച്ചുകൂടി ഇംപ്രൂവ് ആവാനും നമ്മുടെ റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. ഇനി സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം നല്ല പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകളൊക്കെ സെൻട്രലൈസ്ഡ് ആയിരിക്കും. And hospital management system helps to build a centralized platform for managing activity, allowing the hospital to streamline their administrative processes. ഈ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിനൊക്കെ മാറ്റി അവരുടെ എന്താണ് ആക്ടിവിറ്റീസ് അവർ മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇത് എൻഷുവർ കൺസിസ്റ്റൻസി ബിയോണ്ട് ദ ഡിപ്പാർട്ട്മെന്റ്. എല്ലാ ഡിപ്പാർട്ട്മെന്റും തമ്മിലൊരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ദിസ് can enhance the efficiency, minimize the errors, better overall patient care. അതെന്ത് ചെയ്യണം? ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഫിഷ്യൻസി കൂട്ടാനായിട്ട് ഓരോ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുടെയും എഫിഷ്യൻസി കൂട്ടാനും അതേപോലെ തെറ്റുകൾ വരുത്താതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം മെഡിസിൻ ഒക്കെ എങ്ങനെയാണ് ഉള്ള മെഡിസിൻ ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഡോക്ടേഴ്സിന് കൺഫ്യൂഷൻ വരില്ല. അങ്ങനെ എറേഴ്സ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് മിനിമൈസ് ചെയ്യും. ബെറ്റർ ഓവറോൾ പേഷ്യന്റ് കെയർ, നമുക്ക് കൂടുതലായിട്ട് പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. റെഡ്യൂസ് മെഡിക്കൽ എറേഴ്സ് കേട്ടോ. അടുത്ത എന്താണ്? മെഡിക്കൽ എറേഴ്സ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ക്യാൻ ഹെൽപ്പ് റെഡ്യൂസ് മെഡിക്കൽ എറേഴ്സ്. നമുക്ക് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ എറേഴ്സ് കുറയ്ക്കാൻ പറ്റും എന്തായാലും ബൈ പ്രൊവൈഡിങ് ഡോക്ടർ ആൻഡ് നേഴ്സ് വിത്ത് അപ്ഡേറ്റ് പേഷ്യന്റ് ഇൻഫർമേഷൻ. അപ്പൊ പേഷ്യന്റ് ഇൻഫർമേഷൻസ് ഒക്കെ അപ്ഡേറ്റ് ആയിട്ട് കിട്ടണം. അവരുടെ ടെസ്റ്റ് ചെയ്യുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ലാബ് ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടൊക്കെ അവരുടെ കറക്റ്റ് ആയിട്ട് കിട്ടാണ്. ഹോസ്പിറ്റൽ ഡോക്ടറുടെ സിസ്റ്റത്തിൽ കയറി കഴിഞ്ഞ് നോക്കാൻ പറ്റാണെങ്കിൽ അതനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. മെഡിക്കൽ എറേഴ്സ് അതുവഴി കുറയ്ക്കാനായിട്ട് പറ്റും. ഇത് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് മിസ്ഡയഗ്നോസിസ്. മിസ്ഡയഗ്നോസിസ് എന്ന് വെച്ചാൽ അവരുടെ ഡയഗ്നോസിസ് ചെയ്യണതിൽ തെറ്റ് വരും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇൻകറക്റ്റ് ട്രീറ്റ്മെന്റ് അവോയ്ഡ് ചെയ്യാം. അഡ്വൈസ് ഡ്രഗ്സ് ഇന്ററാക്ഷൻസ് ഡ്രഗ്സ് ഇന്ററാക്ഷൻസ് ഒക്കെ മാറ്റി. ഡ്രഗ്സ് എന്ന് വെച്ചാൽ മെഡിസിൻ ആണ്. മെഡിസിൻസ് മാറിക്കൊടുക്കാതിരിക്കാം. അതേപോലെ ട്രീറ്റ്മെന്റ് ഒക്കെ കറക്റ്റ് രീതിയിൽ കൊടുക്കാതിരിക്കാം. അങ്ങനെ അതൊക്കെ ഇങ്ങനെ പറയുന്ന റിസ്ക് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവോയ്ഡ് ചെയ്യാൻ പറ്റും. എന്തുണ്ടെങ്കിലും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ മിസ്ഡയഗ്നോസിസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇൻകറക്റ്റ് ട്രീറ്റ്മെന്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ അഡ്വൈസ് ഡ്രഗ്സ് ഇന്ററാക്ഷൻസ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. റെഡ്യൂസ് റീഅഡ്മിഷൻ ആൻഡ് റീഹോസ്പിറ്റലൈസേഷൻ റേറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് എടുത്തു, അസുഖം മാറി, നമ്മൾ വീട്ടിൽ പോയി, ആ പേഷ്യന്റ് വീട്ടിൽ പോയി, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ പറഞ്ഞു വിട്ടു. പക്ഷെ ചില സമയങ്ങളിൽ ആ പേഷ്യന്റ് അസുഖം മാറിനേക്കാൾ മുമ്പ് നമ്മൾ പറഞ്ഞു വിടും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരെന്തെങ്കിലും വീണ്ടും വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. അങ്ങനെ റീഅഡ്മിഷൻ എടുക്കാനോ റീഹോസ്പിറ്റലൈസേഷൻ റേറ്റ് കുറയ്ക്കാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മുടെ ലാബിന്റെ ടെസ്റ്റ് റിപ്പോർട്ടും അതേപോലെ റിപ്പോർട്ടുകളൊക്കെ പ്രൊമക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയത്. അപ്പൊ പേഷ്യന്റിന് അസുഖം മാറിയോ ഇല്ലേന്നൊക്കെ നമുക്ക് ആ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ആർക്ക് മനസ്സിലാക്കാൻ പറ്റും? ഡോക്ടർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ കുറച്ച് ദിവസം കൂടി ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരോട് പറയാം ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം കൂടി സ്റ്റേ ചെയ്യും, എന്നിട്ട് നമുക്ക് എന്നിട്ട് ഡിസ്ചാർജ് ആവാമെന്ന് പറയാം. ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് system can also decrease readmission and rehospitalization rate. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഉണ്ടെങ്കിൽ നല്ല പ്രോപ്പർ ആയിട്ടാണെങ്കിൽ അവർക്ക് റീഅഡ്മിഷൻ റേറ്റ് ഒക്കെ കുറയ്ക്കാൻ പറ്റും ബൈ എൻഷുറിംഗ് ടൈംലി ഫ്ലോ അപ്പ്. അപ്പൊ ഫ്ലോ അപ്പ് ടൈമിൽ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. ദിസ് ഇൻക്രീസ് ദ പേഷ്യന്റ് ഔട്ട്കം ആൻഡ് മിനിമൈസ് ദ കോംപ്ലിക്കേഷൻ റിസ്ക്. ഇത് പേഷ്യന്റ് ഔട്ട്കം കൂട്ടാനും അതേപോലെ നമ്മുടെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമല്ലോ, ആ പേഷ്യന്റ് കോംപ്ലിക്കേഷൻ അങ്ങനത്തെ റിസ്കുകളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? രണ്ടാമത് പറഞ്ഞത് ബെനിഫിറ്റ്സ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞത്. അതിൽ നമുക്ക് എന്താണ് ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഷ്യന്റ് ആൻഡ് ഹോസ്പിറ്റലും പേഷ്യന്റും തമ്മിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ സെക്യൂർഡ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും. ഇംപ്രൂവ്ഡ് അക്സസ് ടു പേഷ്യന്റ് ഡാറ്റ, നമുക്ക് ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് മാത്രമേ
പേഷ്യൻസിന്റെ ഡാറ്റ അസസ് ചെയ്യാൻ പറ്റുള്ളൂ. റെഡ്യൂസ് ടേൺ അറൌണ്ട് ടൈമിംഗ്. ഈ നമ്മുടെ എന്താ പറയാ നമ്മുടെ ആ ടെക്നിക്കൽ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ആൾക്കാർ നമ്മുടെ സിസ്റ്റത്തിലാണ് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് നമുക്ക് ആവശ്യമില്ലാണ്ട് ടൈം വേസ്റ്റ് ചെയ്ത് വരുന്നില്ല. കോസ്റ്റ് എഫക്റ്റീവ് കാര്യങ്ങളൊക്കെ നമ്മുടെ സിസ്റ്റത്തിൽ എന്ത് ചെയ്തിരിക്കണം, കേട്ടിട്ടുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് കുറയ്ക്കാനായിട്ട് പറ്റുമെന്ന് പറയും. ഇന്റലിജന്റ് അനലൈസ് വിത്ത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ട്സ്. നമുക്ക് ഓട്ടോമാറ്റിക്കലി റിപ്പോർട്ട്സ് ഒക്കെ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതനുസരിച്ച് പേഷ്യന്റിന്റെ ഫ്ലോയും ഒക്യുപൻസി റേറ്റ്സ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ നമ്മുടെ പ്രോസസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ല ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ റിസോഴ്സ് ഒക്കെ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. നെക്സ്റ്റ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ കൺട്രോൾ ആണ്. സെൻട്രലൈസ്ഡ് ആയിട്ട് നമുക്ക് അഡ്മിനിസ്ട്രേഷൻ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. എഫിഷ്യൻസി എൻഹാൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. മിനിമൈസ് എറേഴ്സ് കുറയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ബെറ്റർ ഓവറോൾ പേഷ്യന്റ് കെയർ കൂട്ടാൻ പറ്റുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നല്ല ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ മെഡിക്കൽ എറേഴ്സ് റിമൂവ് ചെയ്യണമെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. റെഡ്യൂസ് റീ അഡ്മിഷൻ ആൻഡ് റീ ഹോസ്പിറ്റലൈസേഷൻ റേറ്റ്. നല്ല ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ആണെങ്കിൽ റീ അഡ്മിഷൻ റേറ്റ് ആവട്ടെ, റീ ഹോസ്പിറ്റലൈസേഷൻ റേറ്റ് ആവട്ടെ, അത് കുറയ്ക്കാനായിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മ ഇപ്പൊ രണ്ടാമത് എടുത്ത ടോപ്പിക് എന്തായിരുന്നു, ബെനിഫിറ്റ്സ് ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അതൊന്നും കൂടി ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം കേട്ടോ.
ഓക്കെ, ഇപ്പം വായിച്ചു നോക്കിയാലോ എല്ലാവരും? നമ്മൾ അടുത്ത ടോപ്പിക് എടുക്കാം കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം. എന്തൊക്കെയാണ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് എന്നാണ് എനിക്ക് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് പേഷ്യന്റ് പ്രോട്ടോകോൾ ആണ്. പേഷ്യന്റ് പ്രോട്ടോകോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഇവിടെ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചറാണ് ഇവിടെ പേഷ്യന്റ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇലക്ട്രോണിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു. അവർ പ്രോസസ് ചെയ്യുന്നത് എന്താ പറയുക, പേഷ്യന്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ദ പ്രോഗ്രാം ലൈക്ക് ദ ഇലക്ട്രോണിക് record health record, but what makes it different is these patients can have secure online entry to their medical records. ഒരു ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ആണ് ഈ പേഷ്യൻസിനും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യൻസിനും കൂടെ അവരുടെ ഈ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ആക്സസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ് ആണ്. Arranging doctor appointment, passing information with the doctor, checking the medical bills, and the processing payment, online payments. അതേപോലെ തന്നെ ഈ നമ്മുടെ എന്താണ് പേഷ്യന്റ് പ്രോട്ടോകോൾ വഴി നമുക്ക് പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മെഡിക്കൽ റെക്കോർഡ്സ് അക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റുകൾ എടുക്കാൻ പറ്റും, അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻഫർമേഷൻ, അങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഡോക്ടേഴ്സ് ആയിട്ട് എന്ത് ചെയ്യണം, പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചെക്കിംഗ് മെഡിക്കൽ ബില്ലുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം ചെക്ക് ചെയ്യാം. അതിന് പ്രൊമിറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെന്റ് നടത്താൻ, ഓൺലൈനായിട്ട് പേയ്മെന്റ് നടത്താൻ പറ്റുന്നുണ്ട്. ഓൾ ദേ റിക്വയർ ഇൻ എ സ്മാർട്ട് എക്വിപ്മെന്റ് ടു അവൈൽ themselves of maximum benefits of these features. അപ്പൊ ഇതിന് ആവശ്യമെന്ന് വെച്ചാൽ നമുക്ക് സ്മാർട്ട് ആയിട്ടുള്ള എക്വിപ്മെന്റ് ആണ് ആവശ്യമുള്ളത്. നമ്മൾ ഓൺലൈനായിട്ട് എന്തൊക്കെ പേ ചെയ്യുന്ന ഫോൺ വഴിയൊക്കെയാണ് ഓൺലൈൻ പേയ്മെന്റ്, അതേപോലെ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കുന്നത്. ഇത് ഭയങ്കര ബെനിഫിറ്റ്സ് ആണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. മുമ്പ് എങ്ങനെയായിരുന്നു, നമ്മ ആദ്യകാലങ്ങളിൽ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയൊരു ക്യൂവിന്റെ ബാക്കിൽ പോയി നിൽക്കും. ഓരോ പേഷ്യൻസ് അനുസരിച്ച് ഇങ്ങനെ ഓരോരുത്തരനുസരിച്ച് വന്ന് അപ്പോയിന്റ്മെന്റ് എടുത്ത് ഭയങ്കര ടൈമിലി ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിരുന്നു. Instead of following the old age process of arranging doctor appointment, they may just log in to their account in patient protocol. മുമ്പത്തെ ആ ഒരു പേഷ്യന്റിന് അപ്പോയിന്റ്മെന്റ് അറേഞ്ച് ചെയ്യുന്ന ആ പ്രോസസ്സിന് പകരമായിട്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പേഷ്യന്റ് പ്രോട്ടോകോൾ വഴി നമുക്ക് എന്തെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാം. ഹാവ് എ അണ്ടർസ്റ്റാൻഡ് അവൈലബിലിറ്റി ഓഫ് ദർ ഡോക്ടർ. ഡോക്ടർ ഏത് ദിവസമാണ് ഹോസ്പിറ്റലിൽ ഉള്ളത് നമുക്ക് അത് മനസ്സിലാക്കാം, അവൈലബിലിറ്റി മനസ്സിലാക്കാൻ പറ്റും. മേക്ക് എൻ അപ്പോയിന്റ്മെന്റ് അക്കോർഡിംഗ് ടു ദർ കൺവീനിയൻസ് ആൻഡ് ഡോക്ടർ അവൈലബിലിറ്റി. ഡോക്ടറിന്റെ അവൈലബിലിറ്റി അനുസരിച്ചും എന്റെ കൺവീനിയൻസ്, എനിക്ക് ഏത് ടൈമിലാണ് ഡോക്ടർ കാണാൻ പറ്റുന്നത് ആ കൺവീനിയൻസ് അനുസരിച്ച് ഞാൻ എന്ത് ചെയ്യും, appointment എടുക്കും. After arranging the appointment, they can verify the bill and make the payment or set the details for future payments. അപ്പൊ എന്താണ്, ചില സമയത്ത് ഡോക്ടർ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ തന്നെ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. അഡ്മിഷൻ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ഫീ എന്ന് പറഞ്ഞാൽ ആ ഫീ ഉണ്ടെങ്കിൽ പേ ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഫ്യൂച്ചർ ആയിട്ട് പേ ചെയ്യേണ്ട പേയ്മെന്റ്സ് ആണെങ്കിൽ നമുക്ക് മാറ്റി വെക്കാൻ പറ്റും. നമുക്ക് ഒരു പറഞ്ഞു തരും ഇത്ര ഫീസ് ഉണ്ടെന്ന്. The popularity of the patient protocol is growing day by day since it enhances the accessibility for the patient, keep
ട്രാൻസ്പെറൻസി ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ദ ട്രീറ്റ്മെന്റ് പ്രോസസ്സ്. നമ്മുടെ പേഷ്യന്റ് പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ ഡേ ബൈ ഡേ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് ഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നത്? നമ്മുടെ പേഷ്യൻസിന് കൂടുതൽ ട്രാൻസ്പാരൻസി ഇട്ടാണ്. പേഷ്യന്റും പേഷ്യന്റ് ട്രീറ്റ്മെന്റും നമുക്ക് കുറച്ചുകൂടി ട്രാൻസ്പാരന്റ് ആവണം, സുഗമമാവാം, അല്ലെങ്കിൽ അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. Therefore, the hospital select this to improve their patient satisfaction level. അപ്പൊ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യണം, ഈ പേഷ്യന്റ് പ്രോട്ടോകോൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ കൂടുകയാണ്. ആൻഡ് ബിൽഡ് ദംസെൽഫ് ആസ് ഡിപ്പെൻഡബിൾ വൺ. അവരെന്ത് ചെയ്യണം, അധികം ആരും ഡിപ്പെൻഡ് ചെയ്യാണ്ട് അവർക്ക് തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനായിട്ട് പറ്റും. അടുത്താണ് എന്ത്, നമ്മുടെ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ അടുത്ത ഫീച്ചറാണ് മെഡിക്കൽ ബില്ലിംഗ് കേട്ടോ. ഇതാണ് മെഡിക്കൽ ബില്ലിംഗ്. Online medical billing feature control all the billing work in less amount of time than usual. മെഡിക്കൽ ബില്ലിംഗ് എന്ത് ചെയ്യണം, നമ്മുടെ ഒരു ഓൺലൈൻ മെഡിക്കൽ ബില്ലിംഗ് ആണെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ടൈം സേവ് ചെയ്യാൻ പറ്റുന്നു. പഴയ ബില്ല് വെച്ചാൽ എത്ര യൂണിറ്റ് എടുത്തു, എത്ര യൂണിറ്റ് എടുത്തു എന്നൊക്കെ നമ്മൾ എഴുതി കൂട്ടി ആണ് പൈസ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ എത്ര യൂണിറ്റ് എടുത്തു സിസ്റ്റത്തിൽ കേട്ടാൻ വിചാരിക്കും. ഇന്ന മരുന്നാണ് ടൈപ്പ് ചെയ്തു, അതിന്റെ യൂണിറ്റ് ഇത്രയും, അപ്പൊ തന്നെ അതിന്റെ റേറ്റ് വന്നു. അങ്ങനെ ഓൺലൈനായിട്ട് ബില്ലിങ് ഹെൽപ്പ് ഉണ്ട്. Gone are the day when the hospital spend a major amount of time controlling all the appointment and billing. അപ്പൊ ഇതുവഴി അപ്പോയിന്റ്മെന്റിലും ബില്ലിങ്ങിലും ഒരുപാട് സമയങ്ങൾ ആർക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന, ഹോസ്പിറ്റലിൽ സേവ് ചെയ്യാൻ പറ്റില്ല. Now with the medical billing feature, the patient billing, insurance details, patient tracking and the payment process, everything can be managed with the capability. അപ്പൊ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനുണ്ട്. മെഡിക്കൽ ബില്ലിംഗ് ആവട്ടെ, പേഷ്യന്റിന്റെ ബില്ലിംഗ് ആവട്ടെ, ഇൻഷുറൻസ് ഡീറ്റെയിൽസ് ആവട്ടെ, പേഷ്യൻസിനെ ട്രാക്ക് ചെയ്യുന്ന കാര്യത്തിലാവട്ടെ, അവരുടെ പേയ്മെന്റ് രീതിയിൽ പോകുന്നുണ്ടോ എന്ന് നോക്കുന്ന കാര്യത്തിലൊക്കെ നമുക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്ത് ചെയ്യാൻ പറ്റും, ടൈം സേവ് ചെയ്യാൻ പറ്റും. You can even accept a notification alert if there is any delay or other issue in payment so that you can take the action according to the norms. അപ്പൊ നമുക്ക് പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഡിലേ പേയ്മെന്റ് ഡിലേ ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ വേഗം പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പൈസ പേ ചെയ്യാനൊക്കെ പറ്റും. അതുവഴി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ ബാക്കിയുള്ള ഇഷ്യൂസ് ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. മെഡിക്കൽ ബില്ലിംഗ്, നമ്മുടെ ഓൺലൈൻ ബില്ലിംഗ് എന്താക്കാം, ഓൺലൈൻ ആക്കാം. അപ്പൊ അതുവഴി അവർക്ക് കുറച്ചും കൂടി ടൈം സേവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ആണ് കേട്ടോ. ജസ്റ്റ് ആസ് ദ പേഷ്യന്റ് പ്രോട്ടോകോൾ, with the patient scheduling, the patient can arrange their own appointment, merely logging into their representative accounts. Patient protocol വഴി ഓരോ പേഷ്യൻസിനും അവർക്ക് ഏത് ഡോക്ടറിനെ കാണുക, കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യാനും അവരുടെ അപ്പോയിന്റ്മെന്റ്സ് അറേഞ്ച് ചെയ്യാനും പറ്റും. അവരുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക, അപ്പോയിന്റ്മെന്റ് എടുക്കാം, ഭയങ്കര റിപ്പോർട്ട് നമുക്ക് പറ്റും. This way they neither should wait in line in front of the doctor's chamber or the clinic, nor required to call the clinic repeatedly to have an appointment. മുമ്പ് നമ്മൾ എങ്ങനെ ചെയ്തിരുന്നത്, ഡോക്ടറിന്റെ ചേംബറിന്റെ ഫ്രണ്ടിൽ ക്യൂ നിൽക്കുന്നു, അതേപോലെ തന്നെ എന്താണ് ക്ലിനിക്കിൽ വിളിച്ച് ചോദിച്ച അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കുന്നത്. അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് ഇതുവഴി പറ്റും. ഓൺലൈനായിട്ട് കയറാം, എന്നിട്ട് നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ഏത് ഡോക്ടറെയാണ് കാണേണ്ടത്, ആ ഡോക്ടറെ ക്ലിക്ക് ചെയ്യുക, ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്ത് ടൈം എടുക്കുക, ഓക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അപ്പോയിന്റ്മെന്റ് ബുക്കായി. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് പറ്റും. All the facility will be available 24/7 with just a tap away. ഇവിടെ ഒരു കൈ അകലത്തിൽ അല്ലെങ്കിൽ കൈയുടെ ടൈപ്പ് ചെയ്യണ ഒരു അകലത്തിൽ തന്നെ നമുക്ക് എന്തുണ്ട്, ഇത് അവൈലബിൾ ആണ്. They can even go with their convenience with the availability of the doctor and make appointment accordingly. അപ്പൊ എന്റെ കൺവീനിയൻസ് അനുസരിച്ച് എനിക്ക് ഡോക്ടറെ കാണുന്നുണ്ടെങ്കിൽ അവർ അപ്പോയിന്റ്മെന്റ് എന്തെങ്കിലും ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. ദിസ് ഫീച്ചർ ഈസ് ബെനിഫിഷ്യൽ ടു കെയർ പ്രൊവൈഡർ ടു. കെയർ പ്രൊവൈഡറിനും ഇതെന്താണ് ഫീച്ചർ ബെനിഫിഷ്യൽ ആണെന്ന് പറയുന്നത്. They can allot their staff test rooms and specialty requirement. അപ്പൊ കെയർ പ്രൊവൈഡേഴ്സിനും അവരുടെ സ്റ്റാഫിനെ അലോട്ട് ചെയ്യാനും ടെസ്റ്റ് റൂമുകളൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ ഇതിന് ഹെൽപ്പ് ചെയ്യണം. അടുത്താണ് ഈ പ്രിസ്ക്രൈബിങ്. അപ്പം എന്താണ്, ഈ സോഫ്റ്റ്വെയറിന്റെ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിസ്ക്രിപ്ഷനൊക്കെ ഓൺലൈൻ ആക്കാനൊക്കെ പറ്റും. This software in health information system acts like the complete prescription process. നമുക്ക് കംപ്ലീറ്റ് പ്രിസ്ക്രിപ്ഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും.
നോർമലി ഡൺ ബൈ ദ സ്റ്റാഫ് മെമ്പർ ഓഫ് ദ മെഡിക്കൽ പ്രാക്ടീഷണർ ഓഫീസ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ പ്രാക്ടീഷണർ ഓഫീസിൽ അവരായിരിക്കും സ്റ്റാഫ് മെമ്പർ ആയിരിക്കും എന്ത് ചെയ്യണത്, ഇവർ പറഞ്ഞിരിക്കുന്ന പ്രിസ്ക്രിപ്ഷൻ ഒക്കെ എഴുതണത്. ഇതിപ്പോ നമ്മുടെ ഹോസ്പിറ്റൽ പേഷ്യന്റ് പ്രോട്ടോകോൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഡോക്ടർക്ക് ഇന്ന മെഡിസിൻസ് കൊടുക്കാന്ന് അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തോളൂ. They are able to send and file the prescription of every patient to the pharmacy online. അത് കഴിഞ്ഞ് നമുക്ക് ഫാർമസിയിലേക്ക് നേരിട്ട് ഇന്ന പേഷ്യന്റ് നമ്പറാണ്, ഇന്ന പേഷ്യന്റിന് ഇന്ന മരുന്നുകളൊക്കെ കൊടുക്കണം എന്നുള്ള സിസ്റ്റത്തിൽ തന്നെ നമുക്ക് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് കൊണ്ടു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഷീറ്റ് കൊണ്ടു കൊടുക്കാൻ ഒരാള് അങ്ങനെ ഒന്നും വേണ്ട. നേരിട്ട് അതിന്റെ സിസ്റ്റത്തിൽ നേരിട്ട് പോകണം. അവരുടെ സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാല് അത് മനസ്സിലാവും പേഷ്യന്റ് എത്തിനേക്കാൾ മുമ്പ് പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് എത്തിയിട്ടുണ്ട്, ആ പേഷ്യന്റ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മരുന്ന് ഇതൊക്കെയാണെന്നുള്ളതും അവർക്ക് ആ സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. Also, they can trace the entire process and take any action if required. അപ്പൊ നമ്മൾ ഈ ആ പ്രോസസ്സിംഗ് മൊത്തം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ എന്തെങ്കിലും വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങള് ആക്ഷൻ എടുക്കേണ്ട വല്ല കാര്യങ്ങളെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാസ് ചെയ്യാൻ പറ്റും. ദിസ് വേ ദ ഹോൾ പ്രോസസ് ബിക്കം ക്വിക്ക്, സേഫ്, ഫ്രീ ഓഫ് എറേഴ്സ്. ഇതുവഴി നമുക്ക് പെട്ടെന്ന് ക്വിക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും, സേഫ് ആണ്. കാരണം ഡോക്ടർ തന്നെയാണ് നേരിട്ട് ഈ സിസ്റ്റത്തിൽ നിന്ന് കയറ്റി വരുന്നത്. അപ്പൊ അവിടെ വേറെ പ്രശ്നമൊന്നും വരാൻ ചാൻസ് ഇല്ല. എറേഴ്സ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്താണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. നമ്മുടെ എന്താ പറയാത്ത കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വിട്ടുമാറാത്ത അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യണം, റിമോട്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വരും, മോണിറ്റർ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം നമ്മുടെ ടെലി ഹെൽത്ത് വഴി അല്ലെങ്കിൽ ടെക്നോളജി ഒക്കെ വഴി നമുക്ക് എന്ത് ചെയ്യാൻ, പേഷ്യൻസിന് നേരിട്ട് ഡോക്ടറിനോട് അവരുടെ ഇപ്പോഴത്തെ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ എന്ന കണ്ടീഷനൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതെങ്ങനെ പറ്റുന്നത്, റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് വഴിയാണ് പറ്റുന്നത്. Telehealth technology that allows the patient to monitor their health from the home or other remote location using the device or app. നമുക്ക് ഈ ആപ്പ് അല്ലെങ്കിൽ പേഷ്യന്റ് പ്രോട്ടോകോൾ വഴിയിട്ട് നമുക്ക് ലോഗിൻ ചെയ്ത് കയറിയിട്ട് ഡോക്ടറിനോട് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. This is another aspiring features of health information system. പുതിയതായിട്ട് വന്നിട്ട് ഫീച്ചർ ആണ് which enable assess the patient details easily. നമുക്ക് പെട്ടെന്ന് ഡീറ്റെയിൽസ് കിട്ടും. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഡെലിവർ ദ ഗുഡ് ഹെൽത്ത് കെയർ ടു ദ പേഷ്യന്റ്. ആ പേഷ്യൻസിന് ആ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ആൻഡ് മിറ്റിഗേറ്റിംഗ് കണ്ടീഷൻ എക്സ്പെൻസ്. അപ്പൊ എക്സ്പെൻസ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേഷ്യന്റ് തീരെ ഇപ്പൊ വയ്യാത്ത ഒരാളാണെന്ന് വിചാരിക്കുന്നത്, അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആ ഒരു എക്സ്പെൻസ് അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് ഈസ് റിയലി യൂസ്ഫുൾ ഫോർ ദ പേഷ്യന്റ് ഹു ആർ എക്സ്പീരിയൻസിങ് ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ്. മെയിൻ ആയിട്ട് വിട്ടുമാറാത്ത അസുഖങ്ങളുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, ചിലപ്പോൾ തളർന്നു പോയവരാവാം, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുള്ളവരാണെങ്കിൽ ഇത് കൂടുതലായിട്ട് എന്താണ് helpful ആണെന്നാ പറയണേ. Doctors use the information gathered to remote patient monitoring for monitoring the patient health status. അപ്പൊ ഈ വഴി കിട്ടുന്ന ഇൻഫർമേഷൻസ് വെച്ച് നമ്മൾ ഡോക്ടേഴ്സ് എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. And also with these details they can predict or end the situation that could or else require serious medical intervention. ഇനിയിപ്പോ എന്തെങ്കിലും മെഡിക്കൽ ആയിട്ട് ട്രീറ്റ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതർ ദാൻ ക്രോണിക് ഹെൽത്ത് കെയർ, റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് ഈസ് യൂസ്ഫുൾ ഫോർ അതർ കേസസ് ടു. ഈ ഇപ്പൊ ക്രോണിക് ഹെൽത്ത് ഡിസീസ് ഉള്ളവർക്കല്ലാണ്ട് വേറെ കുറച്ച് ആൾക്കാർക്കും കൂടി ഇത് എന്താണ് യൂസ്ഫുൾ ആണ്. സീനിയർ സിറ്റിസൺ ഉണ്ടല്ലോ, സോ സച്ച് സീനിയർ കേസ് ഓഫ് കെയർ ഫോർ സീനിയർ സിറ്റിസൺ. അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഹോസ്പിറ്റലിൽ വന്ന് പോകാന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവർക്കൊക്കെ എന്താണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് കൂടുതൽ ഹെൽപ്പ് ചെയ്യും. കെയർ ആഫ്റ്റർ ഡിസ്ചാർജ് ഓഫ് ദ പേഷ്യന്റ്. നമ്മുടെ ഇവിടുന്ന് ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് പോയൊരു പേഷ്യന്റ് ആണെങ്കിൽ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് മതിയാവും. ട്രീറ്റ്മെന്റ് ഫോർ ബിഹേവിയർ ഹെൽത്ത്, സബ്സ്റ്റൻസ് അബ്യൂസ് എക്സെട്ര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അബ്യൂസ് അങ്ങനത്തെ ആൾക്കാരുണ്ടാവും അല്ലേ, അങ്ങനത്തെ ആണെങ്കിൽ നമുക്ക് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് ആണ്. അവരവിടെ ഇരിക്കുന്നത്, അവിടെ നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഓൺലൈൻ വഴി ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് ഇപ്പൊ കുറച്ച് കോമൺ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് ആണ്. A database that is used to maintain consistent and accurate information about the patient registered by the healthcare organization. നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ ട്രീറ്റ്മെന്റ് എടുത്ത പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആക്യുറേറ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കും, അപ്ഡേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നു. അത് എവിടേക്കാണ്, മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സിലേക്കാണ് അത് അപ്ഡേറ്റ് ചെയ്യുന്നത്. ദ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് ഹാസ് gathered popularly across many hospitals and large organizations of medical practice. അത് പോപ്പുലാരിറ്റി വരുന്നുണ്ട്.
വിത്ത് ദിസ് ടെക്നോളജി വൺ റിക്വയർഡ് ടു ഫീഡ് ദ പേഷ്യന്റ് ഇൻഫർമേഷൻ വൺസ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോരുത്തർക്ക് ഇൻഫർമേഷൻസ് എന്ത് അപ്ഡേറ്റ് ചെയ്ത് ഫീഡ് ചെയ്യാൻ പറ്റും. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് get connected to numerous database. Therefore, this data can be useful in future for other lab test clinical department. അപ്പൊ നമുക്ക് ഇൻഫർമേഷൻസ് ഒക്കെ ഫ്യൂച്ചറിലേക്കും അത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലാബ് ടെസ്റ്റ് ചെയ്യാനോ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇപ്പൊ അവരുടെ പഴയ ഡാറ്റാസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഫൈൻഡിങ് ദ ഡാറ്റ മാനുവലി എവറി ടൈം ഇറ്റ് ഈസ് നോട്ട് നീഡഡ് ദെൻ. ഇങ്ങനെയാണെങ്കിൽ ഓരോ പ്രാവശ്യം അവർ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്, അവർക്ക് എന്തൊക്കെ അസുഖം എന്നുള്ള കാര്യം ഫയൽ ചെയ്യണം. ആ ഒരു ടൈം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ആ ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. This easy of access to the patient details is the most important benefits of using master index patient. അപ്പൊ നമുക്ക് പേഷ്യൻസിനെ ഈസിലി അക്സസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓൾസോ ഇറ്റ് ഈസ് ടോട്ടലി ഓട്ടോമാറ്റഡ്, മിനിമൈസ് ദ പോസിബിലിറ്റി ഓഫ് എറേഴ്സ്. അപ്പൊ ഫുൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമുക്ക് എറേഴ്സ് എങ്ങനെയാണ് കുറയ്ക്കാനായിട്ട്, മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇംപ്രൂവ് ദ സേഫ്റ്റി ഓഫ് ദ ഇൻഫർമേഷൻ. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇനിയാണ് അടുത്ത പോയിന്റ്, ബാക്കിംഗ് ഇറ്റ് അപ്പ് എന്ന് വെച്ചാൽ പൊതിഞ്ഞ് വെക്കുക അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ്. ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം വിൽ ഗോ ഓൺ ദ ബ്രിങ് ചേഞ്ചസ് ഇൻ ഹെൽത്ത് കെയർ സർവീസ്. അപ്പൊ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ അനുസരിച്ച് മാറണം. വിത്ത് അസിസ്റ്റൻസ് ഓഫ് പവർഫുൾ സിസ്റ്റം ഇൻ ഹോസ്പിറ്റൽ ദ മെഡിക്കൽ പ്രൊസീജിയർ നോട്ട് ഓൺലി will the efficiency of the professional will be increased, but also their work will become easier and more organized. അപ്പൊ നമുക്ക് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ മെഡിക്കൽ പ്രൊഫഷണൽസിനൊക്കെ നല്ല രീതിയിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ വർക്കൊക്കെ നല്ല രീതിയിൽ പോകാൻ പറ്റും. അതുവഴി അവർക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓർഗനൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും, ഒത്തൊരുമയോടുകൂടി വർക്ക് ചെയ്യാൻ പറ്റും. ആസ് ദ റിസൾട്ട് ദേ ഫോക്കസ് ഓൺ ഗിവിംഗ് ബെറ്റർ കെയർ ടു ദ പേഷ്യന്റ്, ഇംപ്രൂവിംഗ് ദ പേഷ്യന്റ് എൻഗേജ്മെന്റ് ആൻഡ് കൺസെന്റ്മെന്റ്. അപ്പൊ എന്താ പറയുന്നത്, കൂടുതൽ പേഷ്യൻസിനോട് കുറച്ചും കൂടി ബെറ്റർ കെയർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. കാരണം ഇങ്ങനത്തെ ക്ലിനിക്കൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള വർക്കൊന്നും അവർ ചെയ്യേണ്ട വേണ്ടിയില്ല. അപ്പൊ കൂടുതൽ പേഷ്യൻസിനെ കെയർ ചെയ്യാൻ പറ്റും. അവരുടെ എൻഗേജ്മെന്റ്, പേഷ്യന്റ് ആയിട്ടുള്ള ഒരു എൻഗേജ്മെന്റ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ പേഷ്യന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇൻ ഷോർട്ട്, hospital information system offer a win-win situation for both the patient and healthcare providers when it comes to refining care delivery system. അപ്പൊ എന്താ നമ്മുടെ ഒരു എന്താ പറയുക വിജയ സാഹചര്യം കൂടും. കാരണം വെച്ചാൽ നല്ല രീതിയിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ പേഷ്യൻസിന് നമ്മുടെ അടുത്ത് നല്ല സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുന്നത്. അപ്പൊ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സർവീസിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇന്നെടുത്ത ടോപ്പിക് ഇത്തിരി കുറച്ച് കൂടുതലാണെന്ന് എനിക്കറിയാം. അപ്പൊ നമ്മൾ ഇന്നെടുത്ത് കവർ ചെയ്ത ടോപ്പിക്കുകൾ ഞാൻ ഒന്നും കൂടി പറയണ്ട. ആദ്യം എടുത്തത് എന്തായിരുന്നു, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, അതിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞു. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കമ്പോണൻസ് ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം പറഞ്ഞു. അതിന് ഓരോ പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓൺലൈൻ ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലോ ഷെഡ്യൂൾ ചെയ്യണമെങ്കിലോ റീഷെഡ്യൂൾ ചെയ്യണമെങ്കിലൊക്കെ പറ്റുമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് പറഞ്ഞത് പേഷ്യന്റ് മാനേജ്മെന്റ് ആണ്. പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഫെസിലിറ്റി മാനേജ്മെന്റ് പറഞ്ഞു. സ്റ്റാഫ് മാനേജ്മെന്റ്, അവിടുത്തെ സ്റ്റാഫുകൾ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞു. സപ്ലൈ മാനേജ്മെന്റ്, അവിടെ ഉള്ള മെഡിക്കൽ സപ്ലൈസിന്റെ മാനേജ്മെന്റ് എങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അവരുടെ റിപ്പോർട്ട്സ് ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യണം, അതെങ്ങനെ സപ്ലൈ ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞു. ഇൻഷുറൻസ് മാനേജ്മെന്റ്, പേഷ്യന്റ് അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ തന്നെ അവർ ഇൻഷുറൻസ് ഡീറ്റെയിൽസ്, പോളിസി ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻഷുറൻസ് കമ്പനിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു. ലാബോറട്ടറി മാനേജ്മെന്റ്, ലാബിൽ ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റുകളുടെ റിപ്പോർട്ടുകൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം. അത് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഡോക്ടേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റണം, അസസ് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞു. റിപ്പോർട്ട് മാനേജ്മെന്റിന് ഫിനാൻഷ്യൽ റിപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞത്, ഫിനാൻഷ്യൽ റിപ്പോർട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടണം എന്ന് പറഞ്ഞു. ഏത് സമയത്തും ഓതറൈസ്ഡ് പേഴ്സൺ അത് അസസ് ചെയ്യാൻ പറ്റണം പറഞ്ഞു. വാക്സിനേഷൻ മാനേജ്മെന്റിൽ വാക്സിൻസ് ബുക്ക് ചെയ്യണ കാര്യം, സ്ലോട്ട് ബുക്ക് ചെയ്യണ കാര്യം, അതാണ് പറഞ്ഞത്. സപ്പോർട്ട് മാനേജ്മെന്റിൽ നല്ല രീതിയിൽ പേഷ്യൻസിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അവരുടെ ഫീഡ്ബാക്ക്, അവരുടെ റിക്വസ്റ്റ് എന്താണെന്ന് കണ്ടിട്ട് അത് പരിഹരിക്കണം എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ആണ് നാം പറഞ്ഞത് ബെനിഫിറ്റ്സ് ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റമാണ്. നമ്മുടെ ഇതുവഴി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് നല്ല പ്രോപ്പർ ആയിട്ടാണെങ്കിൽ നമുക്ക് അവിടെ പേഷ്യന്റും ഹോസ്പിറ്റലും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നു. ആ പേഷ്യൻസിന്റെ ഡാറ്റ സെക്യൂർഡ് ആയിട്ട് അവർ സൂക്ഷിക്കും എന്ന് പറഞ്ഞു. ഇംപ്രൂവ് അക്സസ് ടു പേഷ്യന്റ് ഡാറ്റ, പേഷ്യന്റ് ഡാറ്റാസിൽ നമുക്ക് അസസ് ചെയ്യാനായിട്ട് പേഷ്യൻസിനെ അസസ് ചെയ്യാൻ പറ്റുന്നതാണ്. റിവ്യൂസ് ടൈം ഓവർ ടൈം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാനുവലി ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടൈം എടുക്കും. ആ ടൈം നമുക്ക് എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാൻ പറ്റും. കാരണം കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കൂടുതലായിട്ട് നമുക്ക് കോസ്റ്റ്, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞു. ഇന്റലിജന്റ് ആക്ടിവിറ്റീസ് വിത്ത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് റിപ്പോർട്ട്സ്, ഓട്ടോമാറ്റിക്കലി ആണ് റിപ്പോർട്ടൊക്കെ ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. എറേഴ്സ് കുറവായിരിക്കും എന്ന് പറഞ്ഞു.
സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ കൺട്രോൾ ആയിരിക്കും ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു. ഇത് മെഡിക്കൽ എറേഴ്സ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അതേപോലെ റീഅഡ്മിഷൻ, റീ ഹോസ്പിറ്റലൈസേഷൻ, രണ്ടാമത് വീണ്ടും അത് അതേ അസുഖത്തിന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട അവസ്ഥയൊന്നും ഇല്ലാതാക്കും എന്ന് പറഞ്ഞു. ഇതിന് ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് പേഷ്യന്റ് പ്രോട്ടോകോള് ഉണ്ടെങ്കിൽ പേഷ്യൻസിന് എവിടെ നിന്നിട്ട് വേണമെങ്കിലും അവരെ എന്ത് ചെയ്യാം, അപ്പോയിന്റ്മെന്റ്, ഡോക്ടറിന് അപ്പോയിന്റ്മെന്റ് എടുക്കുക, ഡോക്ടറോട് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ പാസ് ചെയ്യാം. അതേപോലെ മെഡിക്കൽ ബിൽസുകൾ എന്തൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് പേയ്മെന്റ് നടത്താനൊക്കെ പറ്റും എന്ന് പറഞ്ഞു. പിന്നെ മെഡിക്കൽ ബില്ലിങ്ങിന്റെ കാര്യം പറഞ്ഞു. മെഡിക്കൽ ബില്ലിങ്ങിന് കൂടുതൽ ടൈം കുറവ് മതിയാവും എന്നുള്ള ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ പേഷ്യൻസിന് ഷെഡ്യൂളിംഗ് നല്ല പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോയിന്റ്മെന്റ് അവരുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് അപ്പോയിന്റ്മെന്റ് എടുക്കുക. അത് എളുപ്പമാണ്. 24 മണിക്കൂർ ഒരു ദിവസം 24 മണിക്കൂർ അവൈലബിൾ ആണെന്ന് പറഞ്ഞു. ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാന്ന് പറഞ്ഞു. ഈ പ്രിസ്ക്രൈബിംഗ് പറഞ്ഞു, ഡോക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് പ്രിസ്ക്രിപ്ഷൻ ഒക്കെ ഈ പ്രിസ്ക്രൈബിംഗ് വഴി എവിടേക്ക് പോകും, നമ്മുടെ ഫാർമസിയിലേക്ക് പോകും. ഓൺലൈനായിട്ടാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് എറേഴ്സ് ഒന്നും വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എറേഴ്സ് ഒക്കെ കുറവായി. റിമോട്ട് പേഷ്യന്റ് കൊണ്ടുവരും. ഇപ്പൊ ഒരു പേഷ്യന്റിന്റെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വന്ന് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഈ പേഷ്യന്റിന്റെ ID കയറി ലോഗിൻ ചെയ്തിട്ട് പേഷ്യന്റിനെ നേരിട്ട് ഡോക്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതുവഴി ഡോക്ടറിന് എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ, അല്ലെങ്കിൽ മെഡിസിൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവൈലബിൾ ആക്കാൻ പറ്റും. അതുവഴി വേണമെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ടെലി മെഡിസിൻ വഴി അത് ബുക്ക് ചെയ്തിട്ട് മെഡിസിൻ വീട്ടിലെത്തിച്ച് ഉപയോഗിക്കാനൊക്കെ പറ്റും. ഇനി മാസ്റ്റർ ഇൻഡെക്സ്, പേഷ്യന്റ് ഇൻഡെക്സ് ആണ് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ്. ഇതനുസരിച്ച് എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ബാക്കി അപ്പൊ ഇതെല്ലാം നല്ല രീതിയിൽ സൂക്ഷിച്ച് സേഫ് ആയിട്ട് വെക്കണം എന്ന് പറഞ്ഞു. ഇത്രയും പോർഷൻ ആണ് ഇന്ന് എടുത്തിരിക്കുന്നത്. ഇത്രയും പോർഷനിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ അയക്കും. അപ്പൊ അത് നോക്കാം. ഈ പോർഷൻ നന്നായിട്ട് കവർ ചെയ്യാം. ഒരു ഭയങ്കര വലിയ പോർഷനാണ് നമ്മളിപ്പോ കവർ ചെയ്തിട്ട്. ഒരുപാട് വായിക്കാനുണ്ട്. നന്നായിട്ട് വായിച്ചു നോക്കണം. കാരണം ഉള്ളിൽ നിന്നൊക്കെ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. നല്ല രീതിയിൽ വായിച്ചു നോക്കാം. നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പം ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കണം. അപ്പൊ ഞാൻ ആ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു. Okay, teacher. Thank you.